അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു. എൻജോയ് ചെയ്തു. പറയാൻ പറഞ്ഞ പോലെ തോന്നിയതേ ഇല്ല. ചേച്ചിക്ക് ഒരു റീബർത്ത് ഉണ്ടെങ്കിൽ ലൈക്ക് പുനർജനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്തായിട്ടാണ് ആഗ്രഹം? എനിക്കിങ്ങനെ ഇൻവിസിബിൾ ആയിട്ട് പോയിട്ട് ഈ തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പണി കൊടുക്കുക. സുമതി പോലെ ഇൻവിസിബിൾ ആയിട്ട് നമുക്കിങ്ങനെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരില്ലേ, ഇപ്പൊ വിജയ് ദേവരക്കൊണ്ട, ഷാരൂഖ് ഖാൻ, അങ്ങനത്തെ ആൾക്കാരെയൊക്കെ പോയി കാണാം. എനിക്ക് ഈ അഭിലാഷ് ഏട്ടനായാലും കൊള്ളാം. ഞാൻ ജീപ്പി ചേട്ടനെ പേടിപ്പിക്കും. ചേട്ടൻ നല്ല പേടിയാണ്. ഹൊറർ മൂവീസ് ഒക്കെ കാണാൻ പേടിയാണ്. പേടിയാണോ ചേട്ടനെ പേടിക്കും. അപ്പൊ ആരോടായിരിക്കും ചെയ്ത് പറയാൻ ഏറ്റവും കംഫർട്ടബിൾ? ആരോടായിരിക്കും? ജീപ്പി ചേട്ടൻ. ചേട്ടൻ എന്ത് പ്രശ്നമാണെങ്കിൽ അത് ഭയങ്കര ലൈറ്റ് ആക്കി തരും. അച്ഛാ ഇതുപോലത്തെ സിനിമ ചെയ്താൽ മതി, ഇനി പ്രേമലു പോലത്തെ ഒരു സിനിമ ചെയ്യണം, അടുത്ത ആള് വന്നിട്ട് വേണ്ട നമുക്ക് മാളികപ്പുറം പോലെ തന്നെ മതി, അങ്ങനെ തന്നെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. നിനക്ക് പ്രേമലും കാണാം മാളികപ്പുറം കാണാം. രാത്രി സുമതി വളർന്ന് കിടക്കാൻ പറ്റും. ജസ്നിയാണോ സുമതി? വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സുമതി വളവ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ജൂഹി, ജസ്നിയ ആൻഡ് ഗോപിക. വെൽക്കം ടു ദി ഷോ. പ്രേതപ്പടമാണോ? പക്ഷെ ഫുൾ കോമഡി വൈബൊക്കെ കാണുന്നുണ്ട്. ഒരു സീനിൽ പ്രേതാണേ അടുത്ത സീൻ കോമഡിയാണ്. ആക്ഷൻ, അതിന്റെ അടുത്ത സീൻ റൊമാൻസ്, അങ്ങനെ ഒരു അവിയൽപരമായ ഒരു സിനിമയാണ്. ശരിക്കും ഇത് പ്രേതപ്പടമായിട്ടാണ്. എന്താണ് ഈ മൂവി ഓൾ അബൌട്ട്? മൊത്തത്തിൽ എന്താ? ഫാമിലി എന്റർടൈനർ, എല്ലാ എന്റർടൈനിങ് എലിമെന്റ്സും ഉള്ള ഒരു ഫാമിലി എന്റർടൈനറാ. ഹൊറർ കോമഡി എന്നും പറയാം. പ്രേതം മാത്രമല്ല ഉള്ളത്. പ്രേതം മാത്രമല്ല ഉള്ളത്. അങ്ങനെ നമ്മൾ ഒരുപാട് പേടിപ്പിക്കുന്നുണ്ടോ ഈ സിനിമ? ശരിക്കും പേടിപ്പിക്കുന്നുണ്ട്, പക്ഷെ പേടിച്ച് നമ്മുടെ ഉറക്കം പോകുന്ന പോലത്തെ കുട്ടികൾക്ക് വരെ പോയി കാണാൻ പറ്റും. ഹൊറർ ഉണ്ടെങ്കിൽ അടുത്ത സീനിൽ തന്നെ നമ്മളത് മറക്കും. ലൈക് കോമഡി വരും. അങ്ങനെ എല്ലാം ഉള്ള ഒരു മൂവിയായിട്ടാ പോകുന്നത്. മാസ് മസാല മൂവിയാണ്. ഓക്കെ. ഈ പറഞ്ഞ 1990s കാലഘട്ടമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവൂലേ? അത് അതുപോലെ എടുത്ത് വെക്കുമ്പോൾ, പ്രത്യേകിച്ച് നമുക്കറിയാം സിനിമയ്ക്ക് ഇറങ്ങി കഴിയുമ്പോൾ കുറെ ലൈക്ക് ഇൻസ്റ്റയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നോട്ട് ചെയ്തിട്ട് ഇതൊക്കെയാണ് വന്ന തെറ്റുകൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും ഈ ഒരു സിനിമ എടുത്തപ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്യേണ്ടി വന്നത് ഈ ഒരു കാലഘട്ടം? ചാലഞ്ചസ് ഇല്ലായിരുന്നു, പക്ഷെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഞങ്ങള് ഉത്സവത്തിന് ചെയ്യുമ്പം അവിടെയുള്ള ടോയ്സ് അതുപോലും മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുപോലും നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കാലത്തുള്ള ടോയ്സ് തന്നെ വേണം, ഇപ്പോഴത്തെ പറ്റില്ല. പിന്നെ ഫോണ്, പിന്നെ ഒരു കാസറ്റ് കട കാണിക്കുന്നുണ്ട്. ലൈക്ക് അർജുൻ ചേട്ടനും ബാലു ചേട്ടനും കാസറ്റ് കടയാണ്. അപ്പൊ അവിടെ ഈ കാസറ്റ്സ് ഒന്നും ഇപ്പൊ അങ്ങനെ കിട്ടാനില്ലല്ലോ. അപ്പം ആർട്ടുകാർക്ക് നല്ല പണിയായിരുന്നു. അതുപോലെ കാലഘട്ടത്തില് പടം ആയിരിക്കണം. കോസ്റ്റ്യൂമേഴ്സ്, കാലത്തെ കോസ്റ്റ്യൂം നമ്മളൊക്കെ ഓരോ ഇയറിംഗ് ഇടുമ്പോ ഇത് ആ കാലത്ത് ഉണ്ടോ, മുത്തുമാല, നെയിൽ പോളിഷ് ഇടാൻ പാടില്ല, അങ്ങനെ എല്ലാം ഫുൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത്. പക്ഷെ അവര് 100% വിഷ്ണു ചേട്ടനും ഡയറക്ടർ ടീം മൊത്തം ഫുൾ ടൈം നമ്മളിത് നോക്കി വാച്ച് ചെയ്ത് അങ്ങനെയാണ്. ഇനിയിപ്പോ എന്തെങ്കിലും പറ്റിയ അതങ്ങ് ക്ഷമിക്കുക. ഞാൻ 60s ചെയ്യുന്നത്. അതിലും ഈ ലുക്ക് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാം 60s വരുമ്പോ ഒന്നും കൂടെ പഴയതല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടിട്ടുണ്ടാവൂലേ? ഞാൻ മാളവിക ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു, ക്യാരക്ടറിന് വേണ്ടി ഒരുപാട് ഹോംവർക്ക് ചെയ്യേണ്ടി വന്നു, ഒട്ടും അറിയാത്തത് കൊണ്ടെന്ന്. നിങ്ങൾക്ക് ശരിക്കും എന്തൊക്കെ ഹോംവർക്ക് ചെയ്യേണ്ടി വന്നു ക്യാരക്ടർ ബേസ് ചെയ്തിട്ട്? 90s ആവാൻ അങ്ങനെ എന്താ പറയാ, ഹോംവർക്ക് അല്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യാച്ചാ, ഇപ്പം നമുക്ക് കോസ്റ്റ്യൂം, ഇപ്പൊ എനിക്ക് കോസ്റ്റ്യൂം ധാവണിയായിരുന്നു. അപ്പൊ ഇപ്പോഴൊക്കെയാണ് നമ്മള് മറ്റേ കുഞ്ഞി പ്ലീറ്റ്സ് ഇട്ട് അങ്ങനെ കൊടുക്കും. പക്ഷെ ഇത് പഴയതായോണ്ട് കുറച്ച് വലിയ പ്ലീറ്റ്സ് ഇട്ട്, പിന്നെ കുറച്ച് പഴയ തരം കമ്മലുകള്, മുത്തുമാല, അവര് ഒരു ബോക്സ് എന്നിട്ട് നമ്മളോട് ചൂസ് ചെയ്യാൻ പറയും, ലൈക് ജ്വല്ലറി ഒക്കെ. അപ്പൊ നമ്മള് കഴിയുന്നതും ആ ഒരു ഇത് പിന്നെ നമ്മള് പോയി ഡയറക്ടറിന്റെ അടുത്തും ഒക്കെ ചോദിക്കുമ്പം ഇത് ഓക്കെ ആണ് അവരുടെ ഒരു ഒപ്പീനിയൻ. അപ്പൊ നമ്മള് മെയിൻലി ഇതാണ് പ്ലീറ്റ്സ് ഇടുമ്പം മെയിൻലി അവര് നോക്കിയത് ഈ പ്ലീറ്റ്സ് ആണ്.
അത് വലുതാക്കി നമ്മളിപ്പോഴും തന്നെ ചെയ്യണം. നമ്മളിപ്പോഴും അങ്ങനെയല്ലല്ലോ നമ്മളിപ്പോ സ്റ്റൈലിന്നൊക്കെ വേറെ വേറെ രീതിയിലാണല്ലോ. കുഞ്ഞല്ലേ? അതെ. നമ്മൾ അങ്ങനെ എത്രയും കുഞ്ഞാക്കാന്ന് നോക്കും. പിന്നെ ഇവക്ക് അതിലും പഴയത് ഇങ്ങനെ എടുത്തൊരു കെട്ടൊക്കെ ഇവിടെ സാരിയുടെ ഹാഫ് സാരി ആ ലുക്കിൽ കൊണ്ടുവരുമ്പോ പിന്നെ ഈ മൂക്കുത്തി ഇവിടെ സെന്ററിൽ മൂക്കുത്തി ഇങ്ങനെ പക്ക ഫോക്കസ് അതിപ്പോ ട്രെൻഡാ. പക്ഷെ പിന്നെ അല്ലല്ല പക്ഷെ ആ ഒരു പക്ക ഫോക്കസ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ ഒരു ഡൾ സാരി ഇവിടെ നിന്ന് എടുത്ത് കെട്ട് അങ്ങനെ ഡൗൺ ഡൾ മേക്കപ്പും അങ്ങനെ. ജസ്നിയാണോ സുമതി? ചിലപ്പോ ആരെങ്കിലും ഞങ്ങള് മാത്രല്ല ഇനിയും ഉണ്ട് ആൾക്കാര്. അറിയാം. പക്ഷെ ട്രെയിലറിൽ ലാസ്റ്റത്തെ നോട്ടം നോക്കാം. ഇനിയിപ്പോ 2 ദിവസമല്ലേ ഉള്ളൂ. 2 ദിവസമല്ലേ ഉള്ളൂ. പക്ഷെ ട്രെയിലർ വന്നോണ്ടാണ് എനിക്കിത് ചോദിക്കാൻ പറ്റിയത്. കാര്യം ട്രെയിലറിൽ ഫുള്ള് കമന്റ്സ് ജസ്നിയ 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 സുമതി. അപ്പൊ ഫുൾ ജസ്നിയ ഫാൻസ് ആണ് ശരിക്കും അതിനകത്ത്. അയ്യോ അതല്ല, പക്ഷെ ഞാൻ ശരിക്കും പെട്ടെന്ന് ഒരു ഗ്ലിംസ് പോലെ ഇങ്ങനെ കണ്ണ് കാണിക്കല്ലേ, അപ്പൊ പെട്ടെന്ന് ആൾക്കാർക്ക് റെക്കഗ്നൈസ് ചെയ്തപ്പോ തന്നെ എനിക്ക് ഭയങ്കര കണ്ണുകൊണ്ടൊക്കെ മനസ്സിലാവുന്നില്ലല്ലേ. ജസ്നിയെ ശരിക്കും എല്ലാവർക്കും അറിയാം. മനസ്സിലാവും. ആണോ? ജസ്നിയ ലൈക് ഡാൻസും മോഡലിംഗും ഒക്കെ ആയിട്ട് എല്ലാവർക്കും അറിയാം. ഫീച്ചേഴ്സ് എവിഡന്റ് ഭയങ്കര എവിഡൻസാ. ഫിലിമിലേക്ക് ഇപ്പം ഇങ്ങനെ നല്ലൊരു റോള് ചെയ്ത് വരുന്നുള്ളെങ്കിൽ പോലും ജസ്നി ആസ് എ പേഴ്സൺ എവ്രി വൺ നോ. അവൻ പെട്ടെന്ന് കണ്ടുപിടിക്കും. അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ജൂഹി പെട്ടെന്നാണോടാ ഈ സിനിമയിലേക്ക് വന്നത് ക്യാരക്ടർ? അതായത് ഈ പടത്തിലേക്ക് ഏതോ ഇന്റർവ്യൂ കണ്ടെന്ന് തോന്നുന്നു. കാണണമല്ലോ. പെട്ടെന്ന് പറഞ്ഞാല് എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയാ. അത് ആദ്യം ഒരു 1 വീക്ക് മുന്നേ ഗിരീഷ് ഏട്ടൻ പറയുമ്പം എനിക്ക് അറിയില്ലായിരുന്നു ഇത് സുമതി വളവാന്ന് അറിയില്ലായിരുന്നു. തലേന്നാണ് ഇങ്ങനെ സുമതി വളവാണെന്നും ഈ പടാന്ന് പറയുന്നത്. പെട്ടെന്ന് അങ്ങനെ ഇപ്പൊ ഷൂട്ട് തുടങ്ങുന്നതിന്റെ തലേന്നാണ് ഇങ്ങനെ എന്റെ ക്യാരക്ടറിനെ കുറിച്ച് അഭിലാഷ് ഏട്ടൻ പറയുന്നത്. ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് മെസ്സേജ് വെൽക്കം ടു സുമതി മെസ്സേജ്. അത് ഭയങ്കര സന്തോഷമായിരുന്നു. ലുക്ക് ടെസ്റ്റ് അതിന്റെ പിറ്റേന്ന് സ്ക്രിപ്റ്റ് ഒക്കെ എല്ലാം പെട്ടെന്നായിരുന്നു. സ്ക്രിപ്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു തന്നു. പിന്നെ എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഗോകുൽ ചേട്ടന്റെ പേരായിട്ടാണ്, അങ്ങനെ പറഞ്ഞു. എല്ലാവരും ക്യാരക്ടർ ഞാൻ ചോദിച്ചില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചേച്ചിയുടെ ജൂഹിയുടെ മനസ്സിലായി. എന്റെ ക്യാരക്ടർ ബാലുചേട്ടന്റെ പേരായിട്ടാ. പിന്നെ ആ ഗ്രാമത്തിലൊരു ഗ്യാങ് ഉണ്ട്, ഫ്രണ്ട്സ്. ഒരു അർജുൻ ചേട്ടൻ, ബാലുചേട്ടൻ, അഭിലാഷ് ചേട്ടൻ, ശിവ, റാഫി. ഇതില് ഒരു പെൺകുട്ടി ഞാനാ. ലൈക്ക് ആ ഒരു ഗ്യാങ്ങിലുള്ള ഒരു പെൺകുട്ടി ഞാനാ. ഒരു ലവബിൾ ക്യാരക്ടറാ. ഇങ്ങനെ നാട്ടിലിങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഞാനൊരു തമിഴ് ലേഡി ക്യാരക്ടറാണ്. 60s കാലഘട്ടത്തിലുള്ള ഒരു പക്ക ഫോക്കസ് രീതിയിൽ ചെയ്യുന്ന ഒരു പല ഇമോഷൻസ് ഒക്കെ ഗോ ത്രൂ ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ഓക്കെ ഫൈൻ. ഞാൻ അഭിലാഷിന്റെ പഴയ ഇന്റർവ്യൂലാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറയുന്നുണ്ട്, മക്കള് 2 പേരും വന്നിട്ട് പ്രേമലു കണ്ടിട്ട് ചോദിച്ചു എന്ന്, അച്ഛ ഇതുപോലത്തെ സിനിമ ചെയ്താൽ മതി, ഇനി പ്രേമലു പോലത്തെ ഒരു സിനിമ ചെയ്യണം, അച്ഛൻ എന്തൊന്നും ചെയ്യാത്തേന്ന് ചോദിച്ചപ്പോൾ അടുത്ത ആൾ വന്നിട്ട് വേണ്ട നമുക്ക് മാളികപ്പുറം പോലെ തന്നെ മതി, അങ്ങനെ തന്നെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം സുമതികളവ് എടുത്തിട്ട് ചെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു, നിനക്ക് പ്രേമലും കാണാം മാളികപ്പുറം കാണാം, പോയി ഞങ്ങൾ സുമതികളവ് കണ്ടോളാൻ പറഞ്ഞു. ശരിക്കും അങ്ങനത്തെ 2 എലമെന്റ്സ് പ്രേമത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടോ? പ്രേമത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഇവര് ഇങ്ങനെ റെഫറൻസ് കൂടുതൽ പറയുന്നത് നമ്മുടെ പഴയ മണിച്ചിത്രത്താഴ് പോലത്തെ പഴയ 90s പീരിയഡ് മൂവി അല്ലേ, പറയാറ്. 90s പ്രണയമാണോ കൂടുതലും അപ്പൊ കാണിക്കുന്നത്? ആ രീതിയിൽ കത്തെഴുതുക, കാണാൻ ഫോണില്ല. ഓക്കെ. നിങ്ങൾ ശരിക്കും റിയൽ ലൈഫിൽ പ്രേമിച്ചപ്പോ കത്തെഴുതിയിട്ടുണ്ടോ? ഞാൻ കത്തെഴുതിയിട്ടുണ്ട്. പക്ഷെ ഫ്രണ്ട്സ് നമ്മള് ക്ലാസ് റൂമിലൊക്കെ ഇരുന്നിട്ട് കത്ത് പാസ് അല്ലാണ്ട് കത്തെഴുതിയിട്ട്. എന്തായിരിക്കും മെയിനായിട്ട് ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഷെയർ ബോറടിക്കുന്നു, എന്താ തീരാത്തെ, ഉറക്കം വരുന്നു, അങ്ങനെയൊക്കെ ഉറക്കം വരുന്നു, ഇത് എപ്പോഴാ തീരായി, ക്ലാസ് എപ്പോഴാ തീരാ, അല്ലേ? അങ്ങനെയൊക്കെ നമ്മള് ഏറ്റവും കൂടുതൽ ബോറടിക്കുന്ന ക്ലാസ് ഏതാ? ഏത് സബ്ജക്റ്റ് ആയിരിക്കും? ടീച്ചേഴ്സ് ഇത് കണ്ടാൽ ഏത് ക്ലാസ്സിൽ കോളേജിൽ പഠിക്കുമ്പോണ്ടായിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് കത്തെഴുതിയ. അത്ര ഇതുണ്ടായിരുന്നില്ല, അത്ര ധൈര്യം. ഈ പറഞ്ഞ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, ഇതെപ്പോ തീരും, ആ സാധനമൊക്കെ ഞാനും ചെയ്തു. പിന്നെ ഞാൻ 4th പഠിക്കുമ്പോഴൊക്കെ ഈ ന്യൂ ഇയറിനൊക്കെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. ഈ 4th പഠിക്കുമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയാവേ, ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറയാമെന്ന് വെച്ചിരുന്നതാ. ഞാൻ ആദ്യമായിട്ട് മുഖം കാണിക്കുന്നത് വലിയ സംഭവം എന്നല്ലോ, ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചത് ചേച്ചിയുടെ കൂടെയാ. ഞാൻ പറഞ്ഞുതരാം. ചേച്ചി മറ്റേ
ആശ്രയം നീ തന്നെയല്ല അത് ചേച്ചി മുന്നിൽ നിന്ന് പാടുമ്പോ ചോറ്റാനിക്കരമ്മ. ബാക്കിൽ നിന്ന് പല്ലില്ലാതെ കോറസ് പാടുന്ന ഞാൻ. ആണോ? അതാ. അന്ന് നമ്മൾ ഒരു റൂമിലായിരുന്നു. ഞങ്ങൾ ആ വീഡിയോ ഒക്കെ ഇപ്പൊ അടുത്ത് ഗെറ്റ് ടുഗദറിന് കണ്ടിരുന്നു. അതൊക്കെ ഇരുന്ന് കണ്ടതാ. അത് നമ്മളന്ന് ഒരു റൂമിലായിരുന്നു, നമുക്ക് രണ്ടുപേർക്ക്. അപ്പൊ ചേച്ചി ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ എനിക്ക് മിണ്ടാൻ പേടിയായിരുന്നു, ചേച്ചിയാണല്ലോ മെയിൻ ചെയ്യുന്നത്. ഞാൻ ഒന്നും കൂടെ ചെറുതാ, കുഞ്ഞാ ഞാൻ. ഞാൻ തന്നെ 7th സ്റ്റാൻഡേർഡിലായിരുന്നു അത് ചെയ്യുമ്പോ. എനിക്ക് പല്ലില്ല, അതിനകത്ത് ആണെങ്കിൽ രണ്ട് സൈഡ് ഇങ്ങനെ മുടി കെട്ടിയിട്ട് നോക്കാട്ടോ. പല്ലൊന്നുമില്ല. അപ്പൊ ചേച്ചി ഇങ്ങനെ കാണിച്ചിട്ട് നേരെ കാണിക്കുമ്പോ ഇങ്ങനെ പാട്ട് പാടുന്നത് ഞാൻ. ഏത് മറ്റേ വേറൊരു അമ്മയുടെ അല്ല, അതിന്റെ കൂടെ ബാക്കിലുള്ള. ഓക്കെ ഓക്കെ. അതില് പിന്നെ ചേച്ചി ആ സമയത്ത് ഭയങ്കര ഹിറ്റാണല്ലോ, മറ്റേ ചിരുതൂകി കളിയാടി ആൽബംസ് ചെയ്യുന്ന ഒരു സമയത്ത്. അന്നത്തെ എന്തെങ്കിലും ഓർമ്മയുണ്ട് ഈ ചിരുതൂകി കളിയാടി അങ്ങനെയൊക്കെ? കളിയാടിയൊക്കെ ഞാൻ പാട്ട് പഠിച്ചിട്ട് പോയിട്ടുണ്ട്, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഫസ്റ്റ് ആൽബം അപ്പം എങ്ങനെ എന്താ ഏതാ ഒന്നും അറിയില്ല, നമുക്ക് പ്രോംപ്റ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പിന്നെ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ ഞാൻ പഠിച്ചിട്ട് പോയിരുന്നു, കാരണം അപ്പോഴല്ലേ കുറച്ചും കൂടെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ ചോറ്റാനിക്കരമ്മയുടെ ഞാൻ പഠിച്ചിട്ട് പ്രൊഫഷണൽ എന്തോ കണ്ടിട്ടുണ്ട്, ആങ്കറിങ്ങോ എന്തോ ഒരു സംഭവം, ഒരു പാട്ടൊക്കെ പാടി ആ മഞ്ജുമ്മയുടെ കൂടെ അത് ഗസ്റ്റ് ആയിട്ട് ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. ആ വീഡിയോ ഭയങ്കര ഭയങ്കരമായിട്ട് ട്രെൻഡിങ്. അത് ഞാൻ ബാലേട്ടൻ ചെയ്ത് കഴിഞ്ഞപ്പം ഹായ് കിഡ്സ് എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ നടത്തുന്ന പ്രോഗ്രാമിൽ ഗസ്റ്റ് ആയിട്ട് പോയതാ. അയ്യോ ടെൻഷൻ അടിച്ച് അവിടെ നിന്ന്. ഓർമ്മയുണ്ട് അന്ന് സംസാരിച്ചതൊക്കെ ഗസ്റ്റിന്റെ അടുത്ത്. ഇപ്പൊ എന്താ ചെയ്യുന്നേ, എന്താ എന്ത് കളറാ ഇഷ്ടം? അയ്യോ നമ്മളത് ഞാൻ ആ വീഡിയോ കണ്ടേ. ഇപ്പൊ അത് ട്രെൻഡിങ് ആയപ്പോ ഭയങ്കര ക്രിഞ്ച് തോന്നി. എല്ലാവരും എനിക്ക് ഷെയർ ചെയ്യും, ഞാൻ അവിടെ നോക്കേയില്ല, ഞാൻ അത് കാണാറേ ഇല്ല. ചേച്ചി ശരിക്കും എത്ര ഡിവോഷണൽ സോങ്സ് ചെയ്ത്? അന്ന് അതിന്റെ ഒരു ടൈം ആയിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു, എല്ലാം ഹിറ്റ് ആയിരുന്നു. ഇപ്പോഴാ പാട്ടല്ലേ നമ്മൾ കേൾക്കുന്നത്. ഒരു 10-11 ആൽബംസ് ചെയ്തിട്ടുണ്ടാവൂലേ? എത്ര? 10-11 ആൽബം സോങ്സ് ആണ് ശരിക്കും ഇപ്പോഴും എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നത്. പക്ഷെ അത് വലിയൊരു ഭാഗ്യാട്ടോ, കാരണം കുറെ ആൽബംസ് ഉണ്ടെങ്കിലും ചിരിതൂക്കി കളിയാടിയൊക്കെ നമുക്ക് എവർഗ്രീൻ ഒരു സോങ് ആണ് അല്ലേ? ആരോട് ചോദിച്ചാലും അറിയാം, ഡാൻസ് ചെയ്തിട്ടുണ്ടാവും എല്ലാവരും. അപ്പൊ അത് അന്ന് ചെയ്യുമ്പോ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നന്നായിട്ട് അറിയാം. മുന്നെയാണോ? അല്ല, ബാലേട്ടൻ കഴിഞ്ഞിട്ട് ആ സമയം ഏകദേശം ആ സമയം 5th പഠിക്കുമ്പോഴാണ്. അപ്പൊ അന്ന് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയില്ല. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ എന്തൊരു ഭാഗ്യാണ് ആ പാട്ടൊക്കെ ചെയ്യാൻ പറ്റും. വേറെ കുറെ ചെയ്തിട്ടുണ്ട്, ബട്ട് ആ പാട്ട് ചെയ്യാൻ പറ്റിയത് ശരിക്കും ഭയങ്കര ഭയങ്കര സന്തോഷം. ഈ അടുത്തും കൂടെ നമ്മുടെ അമ്പലത്തിൽ ആ പാട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, വിഷ്വല് പ്ലേ ചെയ്ത് ഈ നാടകത്തിന്റെ മുന്നേ. അപ്പൊ ചേച്ചി ആർക്കും മനസ്സിലാവല്ലോ, ചെറുതാ ഓഫീസിലോട്ട് തന്നെ കുറെ കളിയാക്കുന്നുണ്ട്. നമ്മുടെ ജീവചേട്ടൻ ഇല്ലാതെ പോയ മീൻസ് ഞങ്ങള് ഒരുമിച്ചെന്തായാലും ചെയ്യിപ്പിക്കൂല. അടുത്ത മൂവിയില് ചേട്ടനുണ്ട്, ഞാനില്ല. പാബ്ലോ പാർട്ടിയില് ചേട്ടനുണ്ട്. എന്താ അറിയില്ല, അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും ഒരേപോലെ പറയുന്നത് സമ്മതിക്കൂല. ഇല്ല, വേറെ സിനിമയില് ഇല്ല. അതെ, ഞങ്ങക്ക് കാണണോ അങ്ങനെ? നിങ്ങൾ വേണമെങ്കിൽ നമുക്ക് തെലുഗുലൊക്കെ പോയിട്ട് ചെയ്യണം. മലയാളത്തിൽ നടക്കൂല, വേണേ തെലുങ്കില് പോയിക്കോന്ന് പറയും. വേറെ ഭാഷയുടെ കാര്യം പറയുമ്പോ നമ്മുടെ മധുര പൊണ്ണ് എന്തൊക്കെയാണ് അതിന്റെ വിശേഷം? ഇപ്പൊ ശരിക്കും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ആള് ജൂഹിയാണ്. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത് നല്ല വിശേഷം. അതും എനിക്ക് ഇതേപോലെ പെട്ടെന്ന് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയാ. ആ പടം ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് ഈ പടത്തിന്റെ കോള് വരുന്നത്. ഓക്കെ, അങ്ങനെ രണ്ടും പെട്ടെന്ന് വന്ന. അതില് ഓഡീഷൻ അങ്ങനെയാണോ? ഓഡിഷൻ അല്ല, അവര് ജസ്റ്റ് നമ്മൾ ചെയ്ത അപ്പോഴത്തേക്ക് എന്റെ ഫസ്റ്റ് മൂവി റിലീസ് ആയിരുന്നു. ഫസ്റ്റ് തമിഴും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അവരതൊക്കെ നോക്കി ഭയങ്കര ലക്ക് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണോ ജൂഹിക്ക്? ലക്ക് മാത്രം ഞാൻ പറയില്ല, കൊറേ ഓഡിഷന് പോയിട്ടുണ്ട്, പക്ഷെ അതിലെല്ലാം വർക്ക് ആയിട്ടില്ല. ലക്കും ഫാക്ടറാണ്, പക്ഷെ ജൂഹിയുടെ ഹൈലൈറ്റ്സ് കൂടെ ഞാൻ പോയപ്പം കണ്ടിട്ടുള്ള ഫിലിംസിന്റെ ഒക്കെ അതില് മാളികപ്പുറത്ത്
ഉണ്ട്. അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിച്ചു, ഇതൊക്കെ പോയി നോക്കിയാലോ. റെഫറൻസ് എടുക്കണ്ടേ, എടുത്തിട്ട് റെഫറൻസ് എടുത്തില്ല. മാളികപ്പുറം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, ഞാൻ ആ പടം കണ്ട് കരഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ആളാ. ഇപ്പൊ മൂവി ഒക്കെ കണ്ടാൽ എനിക്കത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ആ പടം എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവര് മരിക്കണ സീൻസ് ഒക്കെ. പക്ഷെ അന്ന് വിചാരിച്ചിട്ടുണ്ടോ ശരിക്കും ഞാൻ അവരുടെ അടുത്ത വർക്കിൽ ഞാൻ ഇതിന്റെ ടൈറ്റിൽ ലോഞ്ച് അല്ലേ, ആ സമയത്ത് ഞാൻ ഇതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ ലോഞ്ചിന്റെ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. വിജയ് സേതുപതി സാർ ഇങ്ങനെ ഉണ്ടായിരുന്നു. സാർ ഭയങ്കര കൈൻഡാ, ഭയങ്കര സപ്പോർട്ടാ, ഭയങ്കര പാവം. നമ്മൾ എപ്പോഴും ഇന്റർവ്യൂലൊക്കെ കാണുന്ന പോലെ എല്ലാവരെയും ഒരുപോലെ, ആ സെറ്റിലുള്ള എല്ലാവരും അങ്ങനെയാണ്. അവിടെ നമുക്ക് സ്ക്രിപ്റ്റ് അപ്പൊ ആ സ്പോട്ടിലാണ് തന്നോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് എത്ര തമിഴ് അറിയില്ല, ഇപ്പോഴും ഫ്ലുവന്റ് അല്ല. സാറ് പറഞ്ഞോ, നീ ഡയലോഗ് പഠിക്ക്, എന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു. ഓക്കെ 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 ഗുഡ്. നമുക്കത് ഫോട്ടോസിലൊക്കെ കാണുമ്പോഴും നിങ്ങൾ ഭയങ്കര അടുത്തൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. നിങ്ങളുടെ എല്ലാവരെയും കമന്റും കാണാം. അതും ഹാപ്പി അല്ലേ, അതും നോക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇത് കണ്ടോ, ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ശ്രീദേവി ഇറങ്ങി. അത് കിട്ടിയില്ല. ശ്രീദേവി ഞാൻ മാത്രം ഓർമ്മ നിൽക്കുന്നുള്ളൂ. മീനാക്ഷി. ഓക്കെ മതി 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 അത് മതി. അവള് പേടിച്ചു പെട്ടെന്ന് മതി. അതെ മതി പറഞ്ഞപ്പോ ഞാൻ സ്റ്റക്കായി. ഓക്കെ ഓക്കെ മതി. വെറൈറ്റി സംഭവം കേട്ടോ, അത് കൊള്ളാം, ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി എല്ലാവരും ചോദിക്കുന്ന മെയിൻ സംഭവത്തിലോട്ടൊക്കെ തന്നെ കടന്നു വരാം. ഹൊറർ, പേടി, അന്ധവിശ്വാസം, ഇതൊക്കെ തന്നെയാണല്ലോ സുമതി വളവ് വരുമ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത്. പറയൂ, നിങ്ങളുടെ ലൈഫിലും ശരിക്കും ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഈ പ്രേതത്തിന് പേടിയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, അന്ധവിശ്വാസങ്ങൾ നിങ്ങൾ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ? ഈ സോ കോൾഡ് മറ്റേ ഒറ്റ മൈനയെ കണ്ടാവുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വിശ്വാസങ്ങളുണ്ടോ? കഴിഞ്ഞ് വരുമ്പോ നമ്മള് അമ്മയുടെ അടുത്ത് എന്തറിയില്ല, വീട്ടുകാരെ അങ്ങനെ ശീലിപ്പിച്ചോണ്ടാണോ എന്നും അറിയില്ല കേട്ടോ. ഒന്ന് ഒഴിഞ്ഞിട്ടേക്ക് ഇനിയിപ്പൊ എന്തെങ്കിലും വയ്യാണ്ടായാലോ, സ്ഥിരമായിട്ട് എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ കഴിയുമ്പോ വയ്യാണ്ടാവാറുണ്ട്. അപ്പൊ എനിക്ക് കണ്ണ് കിട്ടുന്ന ആ സംഭവമാണോ? അതിനോട് അല്ലാതെ അങ്ങനെ അന്ധവിശ്വാസം. പക്ഷെ നമ്മളിങ്ങനെ ഒറ്റമൈനെ കണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പറയും ജസ്റ്റ്, അല്ലാണ്ട് അയ്യോ അതുകൊണ്ട് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല. പക്ഷെ ബാക്കി കൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കൂടെ ഉള്ളവരെയും കൂടെ വിളിച്ച് കാണിക്കുക, ഒരു സമാധാനം. എനിക്ക് പണി കിട്ടി, അവർക്ക് പണി, എല്ലാവർക്കും പണി കിട്ടി. വേറെ ഇതുപോലത്തെ എന്തെങ്കിലും അന്ധവിശ്വാസങ്ങൾ ഉണ്ടോ നിങ്ങൾ കേൾക്കുന്ന? പിന്നെന്തോ ഒരുപാട് ചിരിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ കരയേണ്ടി വരും, ഇതൊക്കെ എല്ലാവർക്കും കരയേണ്ടി വരും. പിന്നെന്താ, പിന്നെ ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുറകിൽ നിന്ന് വിളിക്കുക, അങ്ങനെ മീൻസ് അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ എല്ലാവരും പറയും. പറഞ്ഞ് വീട്ടിലിങ്ങനെ ഷൂള അടിച്ച പാമ്പൂര് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഇല്ലേ? മറ്റേ കാലാട്ടരുത്, ഇതെല്ലാവർക്കും കോമൺ ആയിട്ട് പില്ലോന്റെ മുകളിൽ ഇരിക്കരുത്, പില്ലോന്റെ മുകളിൽ ഇരിക്കരുത് എന്ന് പറയും. അതാണ് എന്തെങ്കിലും ദോഷം, അങ്ങനെയാണോ? അങ്ങനെ ദോഷം, എന്തോ വീട്ടിലെന്തോ ദോഷം. പിന്നെ നഖം വെട്ടി വീട്ടിലിടരുത്, അത് പറയുന്നത്. സന്ധ്യക്ക് നഖം വെട്ടരുത്, പടിയിലിരിക്കരുത്, കൊറേ ഉണ്ടല്ലേ. എന്റെ അമ്മേ, എന്തൊക്കെ വിശ്വാസങ്ങളാ ശരിക്കും. പറഞ്ഞു തുടങ്ങുമ്പോഴേ കുറെ ഉണ്ടെന്ന് മനസ്സിലാവുന്നേ. ഇനി ഈ പ്രേതം പോലത്തെ എന്തെങ്കിലും ഇപ്പൊ നാട്ടിലൊക്കെ അടുത്ത് എന്തെങ്കിലും ദുർമരണമൊക്കെ നടന്നു ഇങ്ങനെ സ്പ്രെഡ് ആവുമല്ലോ. ചേട്ടനൊരു കഥ പറയാണ്ടായിരുന്നു, കിട്ടുണ്ണി വളവ്. അത് ഞാൻ കേട്ടായിരുന്നു. അത് ഞാൻ ഇന്റർവ്യൂ കണ്ടു. വീട്ടിന്റെ അടുത്ത് കിട്ടുണ്ണി വളവ്. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കും ഉണ്ടായിട്ടില്ല. പ്രേതം സംഭവങ്ങളൊന്നുമില്ല. പ്രേത പേടിയുണ്ടാവും? പേടിയുണ്ട്. ഇപ്പൊ പെട്ടെന്ന് എന്തായാലും എക്സ്പീരിയൻസ് ഉണ്ടായാൽ നമ്മൾ അവിടെ എന്താന്ന് അന്വേഷിച്ച് പോകുന്നില്ല, ഇറങ്ങി ഓടും, അല്ലെങ്കിൽ ഓടാനൊന്നും നിൽക്കില്ല, നീ വീഴും. നമ്മൾ ഈ എപ്പോഴും കാണുന്ന ഒരു സംഭവം, മറ്റേ റീൽസിലാണേലും ഈവൻ നമ്മളൊക്കെ രാത്രിയിൽ ഇപ്പൊ എന്തെങ്കിലും വെള്ളമൊക്കെ വേണേൽ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ പ്രേതം വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓടി ചെന്ന് വാതിലടിച്ച് അകത്ത് കയറിയിരിക്കും. ഈ റൂമിനകത്തോട്ട് പ്രേതം വരത്തില്ലെന്നുള്ള ഒരു ചിന്തയാ. അങ്ങനെയൊക്കെ നിങ്ങളും ചെയ്യാറൊക്കെ ഉണ്ടോ ഇതുപോലെ പേടിച്ചിട്ട്? ഇല്ല, റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ പേടി അങ്ങനെ ഒന്നുള്ള സംഭവം അവക്കുണ്ട്. അവളെ ലൈറ്റിട്ടിട്ട് ഉറങ്ങാം. ആണോ? എനിക്ക് പേടിയാ ഒറ്റയ്ക്ക്. വേണ്ട പറഞ്ഞു, ഇനി അങ്ങ് പറഞ്ഞു, കിട്ടി, സാധനം കിട്ടി. പറയാതെ പറഞ്ഞു. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണോ? അല്ല, എനിക്കും പേടിയാ.
എനിക്ക് ഉണ്ടോ? പേടിയാ. ആ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് ഉണ്ട്, ധൈര്യമായിട്ട് പേടിയുണ്ട്. എനിക്കും ഇപ്പൊ പേടിയാ. കുറച്ചായിട്ട് ലൈറ്റൊക്കെ ഇട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? സ്വപ്നം കാണാൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ദുസ്വപ്നോ? അല്ല, ഞാൻ പണ്ട് മുതലേ അമ്മയുടെ അവിടെ കിടന്നുകൊണ്ടാണ് അറിയില്ല, എനിക്ക് തന്നെ കിടക്കാൻ. ചമ്മലൊന്നും വേണ്ട, അങ്ങനെയൊക്കെ തന്നെയാ ഞാനും. അതെ, ഞാൻ ഹോസ്റ്റലിൽ പോയിട്ട് ആദ്യം ഒറ്റയ്ക്ക് കിടക്കുന്നത്. ഹോസ്റ്റലിലാണെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവല്ലോ. അല്ല, എനിക്ക് സിംഗിൾ റൂം ആയിരുന്നു. എന്നാലും പേടിയാണ്. ഏറ്റവും പേടി എന്താ ജോയിക്ക്? പ്രേതമൊക്കെ എനിക്ക് പാമ്പിനെ പേടിയാ. കാരണം ഞാൻ പണ്ട് മുതലേ പാമ്പിനെ സ്വപ്നം കാണുന്നത് എന്താന്ന് എനിക്കറിയില്ല. അറിയില്ല, പാമ്പിനെ പേടിയാ. വേറെ എന്തിനാ അങ്ങനെ പേടിയൊന്നുമില്ല. ചേച്ചിക്ക് എന്താ പേടി? കൊറേ പേടിയുണ്ട്. പാമ്പിനെ പേടിയുണ്ട്, പട്ടീനെ പേടിയുണ്ട്, പൂച്ചേനെ പേടിയുണ്ട്, കൊറേ പേടികളുണ്ട്. പുഴുവിനെ പേടിയുണ്ട്. എല്ലാ സാധനങ്ങളും പേടിയാണോ? വേറെ ആരെങ്കിലും പേടിയുണ്ടോ? മനുഷ്യന്മാരെയാണല്ലോ പേടിക്കേണ്ടത്. ശരി, അത് നമ്മൾ സെഗ്മെന്റിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അപ്പൊ ചോദിക്കാം. ജസ്നിക്ക് എന്താ പേടി? ജസ്നിക്ക് ഏറ്റവും പേടി എന്താ? എനിക്ക് ഈ പറഞ്ഞ ഒരു പാമ്പിനെ പേടിയാ. പിന്നെ ഫിയർ ഓഫ് ലൂസിങ് മൈ ഫേവറേറ്റ് പീപ്പിൾ, അങ്ങനത്തെ പേടികൾ. എനിക്ക് ഇങ്ങനെ പബ്ലിക്കലി എൻ്റെ അടുത്ത് പാട്ട് പാടാൻ പറഞ്ഞ വല്ലാത്തൊരു പാനിക് വരും, ടെൻഷൻ വരും. പക്ഷെ ഡാൻസ് കളിക്കാനോ സംസാരിക്കാനോ അതൊന്നുമില്ല. നന്നായിട്ട് പാടുമല്ലോ. ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ എനിക്കത് പ്രശ്നമില്ല. പക്ഷെ സറൗണ്ടഡ് ബൈ പീപ്പിൾ എൻ്റെ അടുത്ത് പാട്ട് പാടാൻ പറഞ്ഞാൽ എനിക്ക് കരച്ചിലൊക്കെ വരും. ഐ റിമെമ്പർ ആന്റി എന്തോ ഒരു വീഡിയോ എടുത്തത് നിങ്ങളുടെ മറ്റേ ആ വീട്ടില് ഒറ്റയ്ക്കിരുന്ന് പാട്ട് പാടുന്നതിന്റെ ആ റീല് ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അത് അടിപൊളിയത്. നല്ല അതേതാ? അത് നമ്മുടെ അവിടുത്തെ വീട്ടില് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീഡിയോ. അത് ആലോചിക്കായിരുന്നു. ഞാൻ ചെന്ന് തെറ്റി പെട്ടെന്ന് നോക്കുന്നത്. കമ്മിങ് ടു ദ മൂവി, കുറെ നൈറ്റ് ഷൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു തോന്നല്ലേ നിങ്ങൾക്ക്? അപ്പൊ അതെങ്ങനെയായിരുന്നു ഷെഡ്യൂളൊക്കെ? കൂടുതൽ നൈറ്റ് ഷൂട്ട്സ് ആയിരുന്നോ? ഞങ്ങൾക്ക് എനിക്ക് കൂടുതലും നൈറ്റ് ഷൂട്ട്സ് ആയിരുന്നു. അപ്പൊ ഈ സിനിമ വരുമ്പോ എല്ലാരും പേടിപ്പിക്കുമല്ലോ, ഈ സുമതി വിളവെടുക്കുന്നത് കൊണ്ട് തന്നെ. ഇപ്പൊ നമ്മളെടുത്തപ്പോ മതിയല്ലേ. അപ്പൊ എന്തെങ്കിലും അങ്ങനെ പേടിക്കുന്ന പോലത്തെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അതിന് എൻ്റെ ഷൂട്ട് നടന്ന സ്ഥലം ഭയങ്കര അഡ്വെഞ്ചറസ് ആയിരുന്നു. കരിമ്പുലി, കാട്ടാന, കാട്ടുപോത്ത് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉള്ള. കരിമ്പുലിയോ? കരിമ്പുലി. ഞാൻ പക്ഷെ കരിമ്പുലിനെ നേരിട്ട് കണ്ടില്ല കേട്ടോ. നമ്മുടെ സെറ്റിലെ ബോബി ചേട്ടൻ കണ്ടു കരിമ്പുലിനെ. എന്നിട്ട് വീഡിയോ ഞാൻ വീഡിയോ ജസ്റ്റ് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടു. ഞാൻ പക്ഷെ നേരിട്ട് കാണാൻ പറ്റിയില്ല. അല്ല, കരിമ്പുലി അല്ല, പക്ഷെ ഞങ്ങളുടെ കാരവാനൊക്കെ നിർത്തിയിരുന്ന സ്ഥലത്തുനിന്നാണ് കരിമ്പുലിനെ കണ്ടത്. അപ്പൊ ഞാൻ വിചാരിക്കും അവിടെയൊക്കെ ചുമ്മാ ഞാനും അമ്മയൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പൊ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു. പാസ് ചെയ്ത് പോണ സമയത്ത് 3 കാട്ടുപോത്ത് ആക്ച്വലി ഫ്രണ്ടിൽ വന്നിരുന്നു. നമ്മുടെ DUP-നെയാണോ ആരെയാണോ സഞ്ജു ചേട്ടൻ അസോസിയേറ്റ് ചേട്ടനെയൊക്കെ കാട്ടുപോത്ത് ചേസ് ചെയ്തു. വണ്ടിയിലോ? ഇത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഓടിയിട്ട് നമ്മുടെ സ്റ്റണ്ട് മാസ്റ്ററിനെയും സഞ്ജു ചേട്ടനെയും. സ്റ്റണ്ട് മാസ്റ്റർ ഓടി മരത്തിൽ കയറി ഇങ്ങനെ ചേസ് ചെയ്തു. എന്റെ അമ്മ കൊറേ ബുദ്ധിമുട്ടിട്ടുണ്ടല്ലേ ശരിക്കും. പക്ഷെ നമ്മുടെ ഷൂട്ട് ചെയ്യണ സമയത്തൊന്നും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇവരിങ്ങനെ കണ്ട് പല സൗണ്ട് ഒക്കെ കേൾക്കുമ്പോ നമുക്ക് പേടിയാവും. ഒന്നാമത് ഷൂട്ട് ചെയ്യണ സുമതിയോളവും നിറച്ച് വൈൽഡ്. അതെ, ഞാൻ ചോദിക്കാൻ വന്ന എന്തെങ്കിലും ഹൊറർ അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ആയിരുന്നു? അങ്ങനെയൊന്നുമില്ല, ഇതായിരുന്നു പേടി. എല്ലാരും കൂട്ടത്തോടെ നിക്കട്ടോ, ഒറ്റയ്ക്കൊന്നും നിക്കല്ലേ, എന്തെങ്കിലും എടുത്ത് തിന്നുന്നൊക്കെ പോലെ അങ്ങനത്തെ ഉള്ള അതേ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡാൻസ്, നിങ്ങളുടെ പാട്ട് ഭയങ്കര ഹിറ്റായി, എല്ലാവരും ഡാൻസും ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ ജസ്നി അതിലില്ല. ജസ്നിയാണ് ശരിക്കും ഡാൻസറായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. അവള് 60s-ലല്ലേ, 90s പറ്റിയില്ല. വിഷമായെന്ന് വെച്ചാൽ പക്ഷെ എന്നാലും അതല്ല, എന്നെ സ്ഥിരമായിട്ട് ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യുന്നതും ഡാൻസ് ആണ്. പിന്നെ എന്നെ സ്ഥിരമായിട്ട് കാണുന്ന ലുക്കും ഒക്കെ വ്യത്യാസമുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്നെ കാണാത്ത ഒരു വേർഷൻ കിട്ടിയതിൽ സന്തോഷം. നിങ്ങൾ പ്രൊമോഷനൊക്കെ വേണ്ടിട്ട് ഇപ്പൊ എത്ര വട്ടം ഡാൻസ് കുറെ ആയില്ലെന്ന് തോന്നുന്നു? ഇല്ല, നമ്മൾ ആക്ച്വലി എല്ലാവരും കൂടെ ട്രെയിലർ ലോഞ്ചിന് ആദ്യമായിട്ട് ചെയ്യുന്ന ട്രെയിലർ ലോഞ്ചിലാണ്. ജീപി ചേട്ടൻ ഫുൾ സപ്പോർട്ട് ആയിരുന്നുള്ളത് നമ്മള് ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലും കാര്യങ്ങളിലും ഒക്കെ കേട്ടു. ജീപി ചേട്ടൻ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെ ക്രിട്ടിസൈസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ചേട്ടൻ്റെ അടുത്ത് അധികം ഞാൻ അഭിനയിക്കുന്ന അങ്ങോട്ടേക്ക് വരരുത് എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ കോൺഷ്യസ് ആവും, ടെൻഷനാവും. ഞാൻ അച്ഛൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട്, അച്ഛാ പ്ലീസ് വരല്ലേ, ഞാൻ കോൺഷ്യസ് ആവും. മീൻസ് നമുക്ക് അത്രയും ക്ലോസ് ആയ ഒരാൾ നമ്മൾ അഭിനയിക്കുന്ന കാണുമ്പോൾ എന്തോ ഞാൻ കോൺഷ്യസ് ആവും. പക്ഷെ ബാക്കിയുള്ളവര് കുഴപ്പമില്ല. ജീപി ചേട്ടൻ അവളെ മാത്രല്ല ഞങ്ങളെ എല്ലാരെയും മോട്ടിവേറ്റ് ചെയ്ത് ഫുൾ ഓൺ സെറ്റ് മോട്ടിവേറ്റ് ചെയ്യും.
ഭയങ്കര മോട്ടിവേഷൻ, ഭയങ്കര സപ്പോർട്ടാ. സപ്പോർട്ടാണ്. കീർത്തന അബ്രോഡ് എന്തോ പോകുന്നൊരു വീഡിയോ എല്ലാരും ഭയങ്കര കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ മാത്രം ചിരിപ്പിച്ചു. ചേട്ടനാ. അവർ ഭയങ്കര ക്ലോസ് ആ, ഭയങ്കര ഒരു അതെ brother sister അതെ ശരിക്കും. ശരിക്കും കല്യാണം കഴിഞ്ഞിട്ട് കീർത്തനയ്ക്കാണ് ഒരു നല്ലൊരു ഒരു ബ്രദർ നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ഇല്ലല്ലോ, നമ്മൾ 2 ഗേൾസ് അല്ലേ. അപ്പം അവൾക്കതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആയിരുന്നു. ഈവൻ എൻ്റെ പേരൻസിനും ഒരു മോൻ എന്നുള്ളൊരു നമ്മള് ഏറ്റവും കൂടുതൽ ചേട്ടൻ പറഞ്ഞിട്ടും ചേച്ചിയോട് ചോദിക്കാൻ കേട്ട ഒരു കാര്യമാണ് എന്തൊക്കെയോ കുറെ കണ്ടീഷൻസ് ഉണ്ട്. വിഷമിക്കണ്ട, അതായത് തിരിച്ചേട്ടാ ജീവിതത്തിൽ എന്തൊക്കെ സാധനങ്ങളാ ഇതുപോലെ ചേട്ടൻ അങ്ങനെ ഒന്നും പറയാറില്ല. ഒന്നുമില്ല, ഒരു സംഭവം ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ ഇല്ല, അങ്ങനെ പറയാറില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്യാ, ഞാൻ പറയുന്ന ചേട്ടൻ അത്രയ്ക്കും ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ചേട്ടന് ഇഷ്ടമുള്ള പോലെ ഞാൻ ലൈക്ക് ചേട്ടൻ ആരെയും അങ്ങനെ നിർബന്ധിക്കുന്ന ഒരാളല്ല. ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, അത് ആരെയും അങ്ങനെ നിർബന്ധിക്കുന്ന ഒരാളല്ല. പക്ഷെ നമ്മള് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ നമ്മളും തിരിച്ച് ഓക്കെ അപ്പൊ ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആലോചിക്കാറുണ്ട് എന്നല്ലാതെ ഇങ്ങോട്ട് പറയാറില്ല. ഇല്ല, അതാ ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര സാധനവും ചേട്ടൻ പാവം. സാധാ ബേസിക് കാര്യം. നോൺ വെജിന് വേറെ പ്ലേറ്റ്, വെജിന് വേറെ പ്ലേറ്റ്, അങ്ങനെയൊക്കെ. അല്ല, ഞാൻ വെജിറ്റേറിയൻ. അവള് വെജിറ്റേറിയനാ. ഞാൻ വെജിറ്റേറിയനാ. അത് പുതിയതായിരുന്നു കേട്ടോ. കിട്ടിയില്ലേ? കിട്ടി ഇല്ലായിരുന്നോ? ഇപ്പോഴും വെജിറ്റേറിയൻ തന്നെയാ. ഞാൻ വെജാ. ഓക്കെ. ചേച്ചി നോൺ വെജ് കുക്ക് ചെയ്യോ? ഇല്ല, ഇല്ല, എല്ലാം വെജ് മാത്രം. ഓക്കെ, എന്തായാലും നമ്മൾ കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു സെഗ്മെന്റിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമുക്കൊരു കുഞ്ഞി ഗെയിം സെക്ഷൻ. നോർമലി ഞാൻ മൂവി പ്രൊമോഷൻസിന് പോകുമ്പോൾ സിനിമയുടെ പേര് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഗെയിമാണ് സാധാരണ ചെയ്യാറ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സാഹസം ആയിരുന്നപ്പം സാഹസം റൗണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എടുത്തു. ഇപ്പൊ മരണമാസം ചെയ്ത സമയത്ത് അങ്ങനെ എല്ലാം പേരിൽ നിന്ന് എടുക്കുന്നത്. ഇതിനകത്ത് എനിക്കൊന്നും സുമതി വളവ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ കോൺസെപ്റ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തു. പേടി, പ്രേതം, മരണം, ജനനം, അങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് സംഭവം റാപ്പിഡ് ഫയർ എന്ന് പറയുന്നില്ല, ബട്ട് കുറച്ച് ഫ്യൂ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എല്ലാവർക്കും സെപ്പറേറ്റ് ആൻസർ പറഞ്ഞു പോവാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്ത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ തിരിച്ചാക്കണോ? നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ പോവാം. അപ്പൊ എല്ലാവർക്കും ആലോചിക്കാനൊക്കെ. ഓക്കെ, ചേച്ചിക്ക് ഇനി ഒരു റീബർത്ത് ഉണ്ടെങ്കിൽ, ലൈക്ക് ഒരു പുനർജനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്തായിട്ടാണ് ആഗ്രഹം? ഇങ്ങനെ ആലോചിക്കുന്ന വിചാരിച്ചില്ല. മനുഷ്യനായിട്ട് തന്നെ മതി. അങ്ങനെയല്ല, മനുഷ്യനല്ലാതെ. ഇപ്പൊ ജനിക്കണം. മനുഷ്യനല്ലാതെ ജനിക്കും. എന്താ പ്രേതമായിട്ട്? ടെക്നിക്കലി കറക്റ്റ് ആണ് അല്ലല്ലേ? എന്താ അല്ല, നമ്മൾ ഉദ്ദേശിച്ച അത് ജനിക്കല്ലോ. ബട്ടർഫ്ലൈ, ലൈക്ക് അതെന്തെങ്കിലും ഒരു ക്രിയേറ്ററായിട്ട് പുനർജനിക്കാൻ പറ്റിയാൽ അതെന്താന്നുള്ളത്. ബട്ടർഫ്ലൈ. ജസ്നിയ കുട്ട? പുലി. എന്താ പുലി? കുറച്ച് ആയിക്കോട്ടെ, ലുക്കൊക്കെ ഉണ്ട്, മനസ്സിൽ വരുന്നില്ല. ഓക്കെ, ജൂഹി? എനിക്ക് ഷിറ്റ്സുനെ ഇഷ്ടം. അപ്പൊ ഷിറ്റ്സ് ആയിട്ട് ജനിക്കട്ടെ. അയ്യോടാ, അത് ആലോചിച്ചോട്ടോ ഒത്തിരി. എനിക്ക് ആക്ച്വലി ആദ്യം മെസ്സേജ് അയച്ച എന്റെ ഷിറ്റ്സുനെ കണ്ടിട്ടല്ലേ ഞാൻ ആദ്യം മെസ്സേജ് ഷിറ്റ്സുന് എത്ര ഏജ് ആയി, ഗേൾ ആണോ ബോയ് ആണോ, പേരെന്താ? ഇതാണ് ഞാൻ ആദ്യം അവളോട് ചോദിച്ചത്. ഷൂട്ടിന് മുന്നേ മെസ്സേജ്. ചേച്ചിക്ക് ഷിറ്റ്സുനൊക്കെ പേടിയുണ്ടോ? എനിക്ക് എല്ലാം ആനിമൽസിനെയൊക്കെ പേടി. അതുകൊണ്ടാണ് ഞാൻ മനുഷ്യൻ തന്നെ ഞാൻ പറഞ്ഞത്. ബട്ടർഫ്ലൈ ആകുമ്പോ സേഫ് ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ്. ഈ പറഞ്ഞ ചേച്ചി ഇപ്പം ലൈക്ക് മനുഷ്യനായിട്ട് തന്നെ റീബർത്ത് ചെയ്തു. ആ സമയത്ത് ഇപ്പൊ ഇത്രയും നാൾ നടന്ന ലൈഫിലെ ഒരു കാര്യം മാറ്റാം. ലൈക്ക് ഇതുവരെ ജീവിച്ച ലൈഫിലെ ഒരു സാധനം, ഒരു ഡിസിഷൻ വേണമെങ്കിൽ ഒഴിവാക്കാം, ഇല്ലെങ്കിൽ ചെയ്തൊരു കാര്യം ഒഴിവാക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് അവിടെ നിന്ന് ചോദിക്കോ? ആലോചിക്കട്ടെ. കമോൺ, ന്യായം. ജൂഹിയുടെ ഇത്രയും ഇതുവരെയുള്ള ലൈഫിൽ ഒരു സാധനം യു ക്യാൻ ചേഞ്ച്. ഇനി വീണ്ടും ഒന്നേന്ന് ജീവിച്ചു തുടങ്ങുമ്പോൾ ഈ സാധനം ഇപ്പൊ നമുക്കും തോന്നൂല, ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ആ ഒരു സ്റ്റേജ് ഇല്ലായിരുന്നെങ്കിൽ. എനിക്ക് അങ്ങനെ ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. കിട്ടിയതെല്ലാം ബോണസാ. ആണോ? സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ് എല്ലാം ഒരു പർട്ടിക്കുലർ ഡേ അങ്ങനൊന്നുമില്ല. +2 ലൈഫ് കുറച്ചുകൂടെ അടിപൊളിയാക്കിയാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഭയങ്കര പഠിപ്പ് മോഡിലേക്ക് പോയിരുന്നു. അപ്പൊ കുറച്ചുകൂടെ ഒരു വൈബായി. ഇനി ഒന്നും കൂടെ ജനിച്ചിട്ട് ആ ഒരു ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ പഠിത്തം മാത്രമല്ല എല്ലാം കൂടെ എക്സ്പീരിയൻസ് ചെയ്ത് ജീവിക്കും. അവിടെ മാത്രം കുറച്ച്
ഇൻട്രോവേർട്ട് ആയപ്പോലെ എനിക്ക് ഫീൽ ചെയ്തു. അറിയില്ല കേട്ടോ ഞാൻ ഇൻട്രോവേർട്ട്. ഓക്കെ, നമുക്ക് ഇനി ജീവിക്കുമ്പോൾ അത് ഇൻട്രോവേർട്ട് മാറ്റി എക്സ്ട്രോവേർട്ട് പിടിക്കാം. ഇങ്ങനെയാണല്ലേ പോണ്ടേ? അപ്പൊ ജസ്റ്റ് ഇനി ആലോചിച്ചല്ലോ അല്ലേ? ആലോചിച്ചോണ്ടിരിക്കുക. ഫേസ് റിമൂവ് ചെയ്യാന്നാണെങ്കിൽ ഐ തിങ്ക് അച്ഛൻ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നുണ്ട്. അത് ഞാൻ ചെയ്ത കാര്യമെല്ലാം കൂടെ ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞുകൊണ്ട് മെൻഷൻ ചെയ്തത്. ഇപ്പൊ എൻ്റെ കോളേജ് ലൈഫ് അത്യാവശ്യം ട്രോമാറ്റിക് ആയിരുന്നു. അവിടെ മാനേജ്മെന്റ് ആണെങ്കിലും കോളേജ് ആണെങ്കിലും അത്യാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് പോയൊരു ടൈമാണ് കോളേജ്. ഓക്കെ, അതെ. നമുക്ക് വേറെ കോളേജിൽ പോയി പഠിച്ചേക്കാം. അതെ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. എനിക്ക് ഒട്ടും പറ്റാതെ എന്തായിരുന്നു ക്രിമിനോളജി തന്നെ. പക്ഷെ അതാണ് ഞാനിപ്പോ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത്. ഇയർ ബാക്ക് എടുത്ത് ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മെന്റലി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവിടുന്ന് പോകുന്നതാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ജയിക്കുമ്പോ നമുക്ക് ആ ടൈം എത്തുമ്പോൾ വേറെ ഇല്ലാതെ ഇങ്ങനെ ആ സാധനം പറ്റിട്ട് നമുക്ക് വേറെ നല്ല അടിപൊളി കോളേജും ഒക്കെ എടുക്കാം. ഓക്കെ, പറ. എനിക്ക് മാറ്റാനൊന്നും തോന്നിയിട്ടില്ല, പക്ഷെ എനിക്ക് ഒന്നും കൂടെ ചൈൽഡ്ഹുഡിലേക്ക് പോകണം എന്ന് തോന്നിയിട്ടുണ്ട്. അതൊന്നും കൂടെ എക്സ്പീരിയൻസ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പേരൻസും ഭയങ്കര യങ് ആണ്. നമുക്ക് എത്രയായാലും നമ്മുടെ പേരൻസ് ഇങ്ങനെ ഏജ് ആവുമ്പോ നമുക്കൊരു ഉള്ളിലൊരു ടെൻഷൻ, വിഷമം ഒക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പേരൻസിന്റെയും അനിയത്തിന്റെയും കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ആ ഒരു ക്വാളിറ്റി ടൈം ഒന്നും കൂടെ എക്സ്പീരിയൻസ് ചെയ്യണം. അന്നത്തെ നമുക്ക് എത്ര ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതൊന്നും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലാത്തതാണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ തോന്നിയിട്ടില്ല. കാരണം മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഒക്കെ എനിക്ക് സ്ട്രോങ്ങർ ആവാനുള്ള എക്സ്പീരിയൻസസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ചേച്ചിക്കൊന്നും ചേഞ്ച് ചെയ്യണ്ട. ഓക്കെ, ഒരു പറഞ്ഞല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഞാനൊന്നും അറിയാതെ അങ്ങോട്ട് നോക്കിപ്പോയി. ആ ഒരു തെറ്റേ ഞാൻ ചെയ്തുള്ളൂ. ഞാനിനി അങ്ങോട്ട് നോക്കൂ. ഞാൻ നോക്കിയപ്പോ തന്നെ പേടിച്ചുപോയി. നിങ്ങൾ എല്ലാരും അപ്പൊ തൊട്ട് പേടിപ്പിക്കുന്നുണ്ട്. സിനിമ അതുകൊണ്ടാ ബാക്കിൽ വേണേ ഒന്ന് നോക്കിക്കോ ഇടയ്ക്കൊക്കെ. ആകാശേട്ടാ പറയണേ. ഓക്കെ, എടാ, യു ഗെറ്റ് എ പവർ. ഒരു ഇപ്പൊ കറന്റ് ആണ്, പാസ്റ്റും ഫ്യൂച്ചറും പ്രസന്റും ഇപ്പോഴാണ്. ഒരു പവർ കിട്ടി, ഈ സൊസൈറ്റിയിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം യു ക്യാൻ കൺട്രോൾ, കംപ്ലീറ്റ്ലി കൺട്രോൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വുഡ് ബി ദാറ്റ്? കൺട്രോൾ ചെയ്ത് ഒരു ചേഞ്ച് വരുത്താൻ എന്തെങ്കിലും പറ്റും. സൊസൈറ്റിയിൽ നടക്കുന്നു, സൊസൈറ്റിയോ വാട്ട് എവർ, നമ്മുടെ ലൈഫിലാണ്. യു ക്യാൻ കൺട്രോൾ സംതിങ്. അതുകൊണ്ടൊരു ചേഞ്ച് വരുത്താൻ പറ്റും. ഓൾറെഡി തന്നെ കുരിഞ്ഞിരുന്നിട്ടുണ്ട്. ചേഞ്ച് വരുത്താൻ പറ്റും. എന്താ ഇപ്പൊ എന്തൊക്കെ കാര്യം മോശമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കംപ്ലീറ്റ് അത് കൺട്രോൾ ചെയ്ത് മൊത്തത്തിൽ മാറ്റാം. നോ വേറെ കഷ്ടപ്പാട്. ഹ്യൂമൻ മൈൻഡ് കൺട്രോൾ. ഇപ്പോ ഓരോരുത്തരുടെ മൈൻഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോ എന്തെങ്കിലും വയലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കൺട്രോളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ദാറ്റ് വുഡ് ബി മൈൻഡ് കൺട്രോൾ. ഓക്കെ, എല്ലാവരുടെയും മൈൻഡ് കൺട്രോൾ ചെയ്ത് അത് നേരെ കൊണ്ടുപോകാൻ. ഓക്കെ, ഗുഡ്. എനിക്കൊന്നുമില്ല. ഞാൻ പറയാം. എനിക്ക് ഇൻവിസിബിൾ ആയിട്ട് എന്റെ മനസ്സിൽ ആദ്യം അതാ പോയി. ഞാൻ പറയട്ടെ ചേഞ്ച് ഉണ്ട് ഇതില്. എനിക്കിങ്ങനെ ഇൻവിസിബിൾ ആയിട്ട് പോയിട്ട് ഈ തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പണി കൊടുക്കാൻ സുമതി പോലെ അങ്ങനെ തോന്നാറുണ്ട്. സുമതി അപ്പൊ അതല്ലേ ചെയ്യുന്നത്. ആരെങ്കിലും ഒരാൾ ഉപദ്രവിക്കാൻ പോകുമ്പം അവർക്ക് പണി കൊടുക്കുക. എന്ത് പണിയാ? പവറാണല്ലോ ഇൻവിസിബിൾ. നമുക്ക് എന്തും ചെയ്യാലോ. സിനിമയിലൊക്കെ കാണുന്ന പോലെ വിസ്മയത്തുമ്പത്തിലൊക്കെ ഇല്ലേ, അതെന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഞാൻ ഇതന്നെ പറയാം. അപ്പൊ വേറെ സെയിം ആൻസർ എന്ന് പറയും. ഓക്കെ, ഞാനാണ് ഇനി പറയണ്ടത്. നോക്കിക്കോട്ടെ. എനിക്കൊരു പവർ കിട്ടുവാണെങ്കിൽ ഇപ്പൊ കാസ്റ്റിന്റെ ബേസിസിൽ, അയ്യോ ഞാൻ പറയുന്ന പ്രശ്നം അല്ല, കാസ്റ്റിന്റെ ബേസിസിൽ നമ്മളിപ്പോ ഒരു കോളേജിലോ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു വേർതിരിവില്ലേ, റിസർവേഷൻ ആണോ? റിസർവേഷൻ, അതൊന്ന് ചേഞ്ച് ആക്കിയോ കൊള്ളാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്കോളർഷിപ്പ്, ഐ അഗ്രി വിത്ത് യു. സ്കോളർഷിപ്പ് കാരണം എനിക്ക് അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഞാനത്. ഇപ്പൊ സ്കോളർഷിപ്പ് മാർക്ക് ഉണ്ടായിട്ടും അഡ്മിഷൻ കിട്ടാത്ത ആൾക്കാരുണ്ട്. ഇതൊക്കെ പറയുന്ന പ്രശ്നമൊന്നുമില്ല. അതെനിക്ക് ചേഞ്ച് ചെയ്താ കൊള്ളാന്ന് തോന്നിയിട്ടുണ്ട്. ഇഫ് യു ക്യാൻ കൺട്രോൾ, അതായിരിക്കും കൺട്രോൾ ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പോകുന്നൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അപ്പൊ എനിക്ക് അതേ ആൻസർ. അപ്പൊ എനിക്ക് പ്രാവശ്യം ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ലൈക്ക് ഇഫ് യു ഗെറ്റ് എ സൂപ്പർ നാച്ചുറൽ പവർ, അതെന്തായിരിക്കും? അതെല്ലാവർക്കും അതായിരിക്കും. ഇൻവിസിബിൾ മാറ്റി ഞാൻ പറയട്ടെ, ശരി എന്നാ ഞാൻ ഇൻവിസിബിൾ പറയാൻ പാടില്ലേ, പക്ഷെ ഐഡിയ വേറെ പറയാം.
ഇൻവിസിബിൾ ആയിട്ട് ശ്രദ്ധിക്കണമെന്ന്. ഇൻവിസിബിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരില്ലേ, ഇപ്പൊ വിജയ് ദേവരക്കൊണ്ട, ഷാരൂഖ് ഖാൻ, അങ്ങനത്തെ ആൾക്കാരെയൊക്കെ പോയി കാണാം. ഐഡിയ കൊള്ളാം. ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അരമാർക്ക്. ഇൻവിസിബിൾ, ഞാൻ ഇൻവിസിബിളാ. പക്ഷെ ഇങ്ങനെ ലൈഫില് എനിക്ക് ഒരു 18 ഒക്കെ ആവുന്നതിന്റെ മുന്നേ വരെ പാരന്റ്സ് അത്യാവശ്യം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ അമ്മ നോക്കുന്നുണ്ട് അവിടുന്ന്. ഞാൻ നേരെ അമ്മയെ നോക്കി. അങ്ങനെയല്ല, ഇൻവിസിബിൾ ആണെങ്കിൽ സോളോ ട്രിപ്പ് വിടാനൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അമ്മ ഞാൻ ഇൻവിസിബിൾ ആയിട്ടാ പോകുന്നത്, ആരും ഒന്നും നോക്കില്ല. പൊതുവെ നല്ല പ്രൊട്ടക്റ്റീവ് ആണ് പാരന്റ്സ്. അപ്പൊ കഴിഞ്ഞപ്പോഴും പ്രൊട്ടക്റ്റീവ് ആണ്, ബട്ട് വേർ ടു ഡ്രോ എ ലൈൻ. ഇപ്പോ പക്ഷെ എനിക്ക് എന്താ പറയാ, ഇൻവിസിബിൾ ആയിട്ട് എനിക്കൊരു വേൾഡ് ടൂർ ഒക്കെ പോകണമെന്നുണ്ട്. പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, ഒന്നും വേണ്ട, പൈസയും ചെലവില്ല, എല്ലാ സ്ഥലമൊക്കെ ശരിയല്ലേ, പൈസയും ചെലവില്ല, എല്ലാവരും പോയിട്ട് വരാം. ഓക്കെ, ട്രാവൽ വേൾഡ്. ഞാനല്ലേ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സൂപ്പർ നാച്ചുറൽ പവർ കിട്ടിയ എന്ത് ചെയ്യും? ഞാൻ പറയാം, എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ വണ്ണം വെക്കുന്ന ഫുഡ് അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇൻവിസിബിൾ ആവണേ ഞാൻ ഇരുന്ന് ഫുഡ് കഴിക്കും, എന്നിട്ട് വിസിബിൾ ആവും. അപ്പൊ ദേഹത്ത് പിടിക്കില്ല. ഇൻവിസിബിൾ ആയപ്പോഴാണല്ലോ കഴിച്ചത്. മോളെ ബുദ്ധിമതി. എന്താ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്? എനിക്ക് എല്ലാം ഇഷ്ടമാണ്. മന്തി, ബിരിയാണി, ഐസ്ക്രീം എല്ലാം ഇഷ്ടം. എല്ലാം കഴിക്കും. ഒരു ടേബിൾ നിറച്ച ഫുഡ് വേണം എനിക്ക്. എല്ലാം ഇരുന്ന് കഴിക്കണം. ഒരു സമയത്ത് 2 ബിരിയാണി ഒക്കെ കഴിക്കാൻ പറ്റുമോ? ഓ, അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഡയറ്റ് ഒക്കെ ഡയറ്റ് ആയതല്ല, കഴിക്കാൻ പറ്റുന്നില്ല, എത്ര അങ്ങോട്ട് കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് ആ പവർ കിട്ടി നല്ല നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റട്ടെ. ഓക്കെ, ഇതിപ്പോ ഞാൻ എല്ലാവരും അവിടുന്നാ ഇനി കഴിഞ്ഞില്ല. ഓക്കെ, ചോദിക്കുകയാണ്. നിന്റെ പേടിയാ തോന്നുന്നു. എന്നെ ഭീഷണിപ്പെടുത്തി ഇരുത്തിയിരിക്കുക. നിങ്ങളുടെ ഈ ഫിലിമിലെ ക്രൂ മെമ്പേഴ്സ് കാസ്റ്റ് എല്ലാം എടുക്കാം. ഒരാളായിട്ട് മാറാൻ പറ്റിയ ആരായിരിക്കും? ഇഫ് യു ക്യാൻ സ്വാപ്പ് ചെയ്യാൻ പറ്റണം അങ്ങനെ. അതായത് പടത്തിലെ ക്യാരക്ടറാണോ അതോ റിയൽ നിങ്ങളോട് ഉള്ള ആൾക്കാരിൽ ഒരു, ഇപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് നിങ്ങളിപ്പോ കുറെ പേര് ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. എനിക്ക് നീ ആവണം, എനിക്ക് ഞാനാവണം എന്ന് പറയുന്ന പോലെ നിങ്ങൾ 3 പേരാകുമ്പോൾ അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് അഭിലാഷേട്ടനായാലും കൊള്ളാം. സേഫ് ആണല്ലോ അല്ലെ? കാരണം അല്ല, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ട് നടക്കുന്ന അല്ലേ. അങ്ങനെ കൊറേ കഥ ആൾക്കാരെ ലവ് ഉണ്ട് അഭിലാഷേട്ടന് അല്ലേ. എല്ലാവർക്കും ഇഷ്ടാ. ഇത് പൊക്കി പറയാന്ന് വിചാരിക്കും. അല്ല ഓക്കെ, പറയുന്നവര് വിചാരിച്ചില്ലായിരുന്നു, പറഞ്ഞു കഴിഞ്ഞപ്പോ തോന്നുന്നുണ്ട് പൊക്കി പറയാം. ജസ്മിക്കോ? അല്ല, എനിക്ക് അങ്ങനെ പലരുടെയും ക്വാളിറ്റി എടുക്കുക എന്നല്ലാതെ എനിക്ക് അങ്ങനെ സ്വാപ്പ് ചെയ്യാൻ അങ്ങനെ പറ്റൂല. ക്വസ്റ്റ്യൻ സ്വാപ്പാ. എനിക്ക് ചെയ്യണ്ടാന്ന് നിങ്ങളിങ്ങനെ നിർബന്ധിക്കാൻ പറ്റില്ല. ചെയ്തേ പറ്റൂ. ഇവിടെ നിപ്പ് പോണെങ്കിൽ ചെയ്യണം. ഇവരുടെ പേരെങ്കിലും വിഷ്ണുചേട്ടന്റെ പേര് പറ. വിഷ്ണുചേട്ടനായിട്ട് സ്വാപ്പ് ചെയ്യാം. കാരണം എന്തെങ്കിലും എന്താ പറയാ, എത്ര ടെൻഷൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിലും ആളത് ഭയങ്കര കാമായിട്ട് ഡീൽ ചെയ്യും. എനിക്ക് പറ്റില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആങ്സൈറ്റി, അയ്യോ അത് തീർക്കണ വരെ. പക്ഷെ ഒരു 100 പ്രോബ്ലംസ് അറ്റ് എ ടൈം വന്നാലും വിഷ്ണുചേട്ടൻ അത് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എല്ലാം ഡീൽ ചെയ്യും. സോ ഐ തിങ്ക് ദാറ്റ് ക്വാളിറ്റിയാണ്. എനിക്കിത് ചോദിച്ചപ്പോ ആദ്യം മനസ്സിൽ വന്നത് ശിവദ ചേച്ചിയാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും പറഞ്ഞു ശിവദ ചേച്ചിക്ക് ഇതിൽ നല്ല സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നന്നായി പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ പെൺകുട്ടികളിലാണ് പറഞ്ഞത്, ബോയ്സിലുണ്ട് ലൈക്ക് പെർഫോം ചെയ്യാൻ. പക്ഷെ ഞാൻ ഒരു പെൺകുട്ടി ആകുമ്പോ എനിക്ക് അതല്ലേ കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ശിവദ ചേച്ചിയായിട്ട് സ്വാപ്പ് ചെയ്ത ആ ചെയ്ത സീനൊക്കെ എനിക്ക് അഭിനയിക്കാൻ ബുദ്ധിമതിയെ ചിന്തിച്ചു. ഇതേ സ്ഥലം തന്നെ ഒരു ചെറിയ ഡിഫറൻസിൽ ലൈക്ക് നേരത്തെ പറഞ്ഞ റീബർത്തുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു ക്യാൻ റീബർത്ത് ചെയ്യുമ്പോൾ ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു ആക്ടർ, ഒരു സെലിബ്രിറ്റി വേറെ ആയിട്ട് നിങ്ങൾക്ക് റീബർത്ത് ചെയ്യാൻ പറ്റും. ഇനി എവിടെ തുടങ്ങുന്നേ? വേറെ എനിക്ക് പേടി ആരാ സെലിബ്രിറ്റി ആയിട്ട് റീബർത്ത് ചെയ്തേ പറ്റൂല്ലേ? എത്ര പേരുണ്ട്? ആരെങ്കിലും പറഞ്ഞു? ആലിയ ഭട്ട് കൊള്ളാം. ഓക്കെ, സായി പല്ലവി ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ശോഭന ചേച്ചി, അതാകുമ്പോ ഡാൻസ് ഉണ്ട്, അഭിനയം ഉണ്ട്, എല്ലാം ഉണ്ട്. എനിക്കും ഉണ്ട്. അല്ല ഡാൻസും ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞില്ല.
ശരിക്കും ആയ പോലെ എനിക്കുണ്ട്. അല്ല അങ്ങനെയല്ല, നമുക്ക് പണ്ട് മുതലേ പഴയ സിനിമകൾ കാണുമ്പോ തൊട്ടേ നമുക്ക് ശോഭന ചേച്ചി എന്ന് അതെ അതെ പറയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, അത് 3 പേരുടെയും ഓപ്ഷൻസ് കൊള്ളാമായിരുന്നു, ഇഷ്ടപ്പെട്ടു. നിങ്ങളിപ്പം ആക്ടർ അല്ലാണ്ടാണ് പോകുന്നെന്നുണ്ടെങ്കിൽ വേറെ എന്തായിരിക്കും? ഡോക്ടർ പ്രൊഫഷൻ തന്നെ. സേഫ് ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല രണ്ടുപേർക്കും. ഡാൻസർ ആയിരിക്കും. ക്രിമിനോളജിക്കൽ വല്ല ഫീൽഡ് എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത്, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല എഞ്ചിനീയർ ആവാൻ. എനിക്ക് അപ്പൊ എന്നാ വേറെന്താ? പോലീസ് ആവാനേ ഇഷ്ടമായിരുന്നു. ഓ ഓക്കെ, പോലീസ്, മിലിറ്ററി അങ്ങനത്തെ ഒക്കെ. അങ്ങനത്തെ ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യുന്ന എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ ചോദിക്കാം. നിങ്ങൾ പ്രേതമായി. ആ, നിങ്ങളിപ്പോ പ്രേതമായി, ആരെ പോയി പേടിപ്പിക്കും? ഒരാൾക്ക് പണി കൊടുക്കണം നോക്കിയിരിക്കായിരുന്നു, പ്രേതമായി പേടിപ്പിച്ച് നശിപ്പിക്കും. പണി കൊടുക്കുന്നവരെ പേടിപ്പിക്കുക. ഇടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാനൊക്കെ പണി കൊടുക്കും. എല്ലാരും പേടിപ്പിക്കും, ഇവിടെയുള്ള എല്ലാരും പോയി പേടിപ്പിക്കും. അയ്യോ അങ്ങനല്ല, തമാശക്കൊക്കെ ആണെങ്കിൽ എല്ലാരും പേടിപ്പിക്കും. ഒരാളെ പാടുള്ളൂ. അതിപ്പോ ആരെ പഠിപ്പിക്കും? എങ്ങനെയായിരിക്കും പേടിപ്പിക്കുക? ഞാൻ അങ്ങനെയൊക്കെ ആലോചിക്കാം. ആരെ പേടിപ്പിക്കും? നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ലൈഫില് പ്രേതമായിട്ട് വേണം? എന്റെ അമ്മേനെ പേടിപ്പിക്കാൻ. ഞാൻ അവളെ പേടിപ്പിക്കും. ചെറുപ്പത്തില് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാതെ ആവുമ്പോഴൊക്കെ എന്നെ നല്ലോണം വഴക്ക് പറയായിരുന്നു. ഇപ്പോഴും സ്റ്റെപ്പ് തെറ്റിച്ച വഴക്കൊക്കെ ഉണ്ട്. ഇപ്പോഴും ഡാൻസിന്റെ കാര്യം വരുമ്പോ ഞാനും അമ്മയും തമ്മില് ഭയങ്കര വഴക്കാം. അപ്പൊ അതിനു വേണ്ടി ഇടയ്ക്ക് ഒന്ന് പേടിപ്പിക്കാൻ വേണമെങ്കിൽ ഞാൻ ജീപ്പി ചേട്ടനെ പേടിപ്പിക്കും. ചേട്ടൻ നല്ല പേടിയാ. പ്രേതത്തിനെയാ? ഹൊറർ മൂവീസ് ഒക്കെ കാണാൻ പേടിയാ. പേടിയാണോ ചേട്ടനെ പേടിപ്പിക്കും. എങ്ങനെ പേടിപ്പിക്കുക? ഉറങ്ങി കിടക്കുമ്പോ ഉറങ്ങി പിടിക്കുക? ഉറങ്ങി കിടക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പേടിപ്പിക്കും. ഒരു ഡേ മൊത്തം പേടിച്ച് നശിപ്പിക്കും. ഏതേ റൂമിലേക്ക് വരുമ്പോ അവിടെ പേടിപ്പിക്കും, പിന്നെ അപ്പുറത്തെ റൂം പോകുമ്പോ അവിടെ പോയി പേടിപ്പിക്കും. ശരിക്കുണ്ടല്ലോ, ഇതിന്റെ ഓപ്പോസിറ്റ് നടക്കാൻ ഞങ്ങളെയാണ് പേടിപ്പിക്കുക. ആര്? ജീപ്പി ചേട്ടൻ. അങ്ങനെ ആര്യൊക്കെ ജൂഹി ആരെ പേടിപ്പിക്കുക? ഞങ്ങളെ പേടിപ്പിക്കാം. അതാകുമ്പോ ഈസി ആണല്ലോ അല്ലെ? ചുമ്മാ പറയുന്നുട്ടോ. സത്യം ഞാൻ പെട്ടെന്ന് പേടിക്കും. ഇപ്പൊ സൈലൻസ് ആയിട്ട് ഇരിക്കുമ്പോ പെട്ടെന്ന് ഇപ്പൊ എന്റെ ഫോൺ എന്നെ റിങ് ചെയ്താൽ ഞാൻ പേടിക്കും. എനിക്ക് സൗണ്ട് ഭയങ്കര പേടിയാ. ഓക്കെ, അവിടെ ഇരുട്ട്, ഇവിടെ സൗണ്ട്. ഇവിടെ ഒന്നുമില്ല അല്ലേ? പെട്ടെന്ന് ഒരാള് ഷൗട്ട് ചെയ്താലൊക്കെ ഞാൻ ഞെട്ടും. ഇങ്ങനെ സൗണ്ട് ഒക്കെ ഹെവി സൗണ്ട് ഒക്കെ എനിക്കും പേടിയാട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റൗണ്ട് കഴിഞ്ഞോ? കഴിഞ്ഞു. കഴിക്കണമെങ്കിൽ കഴിക്കാലോ. ഒരു ക്വസ്റ്റ്യൻ, ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ. നിങ്ങളൊരു വലിയ മിസ്റ്റേക്ക് ചെയ്തു, വലിയൊരു തെറ്റ് ചെയ്തു, ആരോട് ചെന്ന് പറയാനായിരിക്കും പേടി? ഫോർ എക്സാമ്പിൾ ഓപ്ഷൻസ് ആയിട്ട് പാർട്ട്ണർ, ഫാമിലി, ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പൊ ഈ 3 ഓപ്ഷനാണുള്ള. ഇതിൽ ആരോട് ചെന്ന് പറയാനായിരിക്കും ഭയങ്കര പേടി? പറഞ്ഞ് പ്രശ്നമാവും. അച്ഛൻ. പ്രശ്നമല്ല, അച്ഛൻ വഴക്ക് പറയില്ല. പക്ഷെ ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇല്ലേ, അത് ആലോചിച്ചിട്ട് അച്ഛനെ പേടിയോ? അയ്യോ മോളെ, മീൻസ് അച്ഛന് ടെൻഷനാവും, അച്ഛന് ഇതാവും. ഓക്കെ, അപ്പൊ ആരോടായിരിക്കും ചെയ്ത് പറയാൻ ഏറ്റവും കംഫർട്ടബിൾ? ആരോടായിരിക്കും? ജീപ്പി ചേട്ടൻ. ജീപ്പി ചേട്ടൻ. ഓക്കെ, ചേട്ടൻ എന്ത് പ്രശ്നമാണെങ്കിലും അത് ഭയങ്കര ലൈറ്റ് ആക്കി തരും. ഓ, നല്ലൊരു കാര്യല്ലേ. പിന്നെ ജസ്നി അമ്മനെ പൊതുവെ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ ഞാൻ മോസ്റ്റ്ലി ഐ കീപ് ഇറ്റ് ടു മൈസെൽഫ്. ക്വസ്റ്റ്യൻ എങ്ങനെ ആയതുകൊണ്ട് ആരോടും പറയാതെ കേൾക്കുന്നുണ്ട് അമ്മേ, രഹസ്യമായി പറയില്ലെന്നോ? അല്ല, പറയാത്ത ആൾക്കാർ ഞാൻ ഒബ്വിയസ്ലി ഫാമിലിനോട് പറയും എന്തൊക്കെ വന്നാലും. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളതുകൊണ്ട് വേണ്ടി മേ ബി അവരും കൂടി ടെൻഷൻ ആക്കണ്ടല്ലോ എന്നുള്ള പറയാതിരിക്കാം. അത്രയും ഹെൽപ്പ് വേണ്ട ഒരു കാര്യമാണെങ്കിൽ അവരോട് തന്നെയായിരിക്കും ചോദിക്കുന്നത്. ചോദിക്കാം. ഓക്കെ, ജൂഹി. എനിക്ക് അങ്ങനെ എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട്, ഇപ്പൊ പാരന്റ്സിനോടാണെങ്കിലും ഞാൻ അതായത് എന്താ ലൈക്ക് ഒരു ഫ്രണ്ട്സിനെ പോലെയാ ഞാൻ എല്ലാ കാര്യവും എൻ്റെ അമ്മേനോടും അച്ഛനോടും അമ്മേനോടും മോസ്റ്റ്ലി പണ്ട് മുതലേ സ്കൂളിലെയും എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ ഇപ്പൊ ഫാമിലി അല്ല, അച്ഛൻ, അമ്മ, ഫ്രണ്ട്സ്, അവര് ആരോടും പറയാം. അമ്മയുടെ അടുത്ത് പിന്നെയും കുഴപ്പമില്ല, അമ്മ പിന്നെയും അത് കുറച്ച് ലൈറ്റ് ആക്കി ഇടും. പക്ഷെ അച്ഛന് പണ്ടൊക്കെ എല്ലാം പറയുന്നു, പക്ഷെ അവര് ഏജ് ആവും തോറും അവർക്ക് ഒരു ആൻസൈറ്റി വരുമല്ലോ. പക്ഷെ ആ പ്രശ്നമൊക്കെ സോൾവ് ആയി കഴിയുമ്പോ അച്ഛാ ഇന്ന് അന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയും. പെട്ടെന്ന് അങ്ങനെ ഒരു അത് വേണ്ടെന്നുള്ളതുകൊണ്ട് മാത്രം പിന്നെ പറയും. സോൾവ് ആയി കഴിയുമ്പോ അന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയും.
ഒന്ന് പറഞ്ഞ് എല്ലാം മുക്കിയാക്കും. ഓക്കെ, നമുക്ക് ആ സെഗ്മെന്റ് നൈസായിട്ട് അവസാനിപ്പിക്കാം. കുഴപ്പമില്ലായിരുന്നല്ലോ. നല്ല സെഗ്മെന്റ് ആയിരുന്നു. എൻജോയ് ചെയ്തു. ഭാഗ്യം. ശരിക്കും സമാധാനം. ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു. അത് മതി. ഓക്കെ, നമുക്ക് ബാക്കി ഇന്റർവ്യൂലൊക്കെ തിരിച്ചു വരാം. ട്രെയിലർ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞോണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു നമുക്കൊരു ഇത് വരുമല്ലോ, നിങ്ങൾക്ക് ചെയ്ത തന്നെ ആവരുത്, കുറെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഭാഗ്യം, സമാധാനം, സന്തോഷം. ആയിരുന്നു. അത് മതി. ഓക്കെ, ചേച്ചിയുടെ അടുത്ത് തിരിച്ചും വീണ്ടും കമ്മിങ് ടു അഞ്ജലി ക്യാരക്ടർ. അത് എന്തായാലും ഗോപിക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എല്ലാവർക്കും ആ ഒരു സംഭവമാണല്ലോ മനസ്സിൽ വരുന്നത്. ഒരുപാട് ഫാൻസ് ഉണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അഞ്ജലി അഞ്ജലി അഞ്ജലി. ഈവൻ നിങ്ങളുടെ ഈ ബാക്കി ഇന്റർവ്യൂലൊക്കെ കണ്ടു, ശിവന്റെ ഭാര്യയിലും ചോദിച്ചു എന്നുള്ള സംഭവങ്ങളൊക്കെ കണ്ടു. ചേച്ചിക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഫാൻ മൊമെന്റ് ഏതായിരിക്കും? ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന അഞ്ജലി ആയിട്ട്? അങ്ങനെ ഒരു ഒന്നായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും ഞാനിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് അമ്മമാര് അവരുടെ സ്നേഹമാണ് ഏറ്റവും കൂടുതൽ. മോളേന്ന് വിളിച്ചിട്ട് അവരുടെ വീട്ടിലത്തെ ഒരു കുട്ടീൻ്റെ അടുത്ത് ഉള്ള സ്നേഹമാണ് ഇപ്പോഴും. ഈവൻ ഇന്നലെ പോലും ഞങ്ങൾ അമൃത വിദ്യാലയത്തിൽ പോയപ്പോൾ പോലും അവിടുത്തെ ചേച്ചിമാരൊക്കെ ഇന്ന് അവിടെ നിൽക്ക്, ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. മീൻസ് അവർ ആ ഒരു ഫ്രീഡം എടുത്താണ് സംസാരിക്കുക. ഞങ്ങളുടെ ഷൂട്ടിന്റെ ലൊക്കേഷനിൽ അങ്ങനെ തന്നെ കേട്ടോ. എല്ലാരും അവളെ കാണാനായിട്ട് കുറെ അമ്മമാര് ഷൂട്ട് കഴിയണവരെ വരുമായിരുന്നു. അത് എല്ലാം സ്പെഷ്യലാണ്. ചേച്ചിക്ക് കുറച്ച് ക്രൗഡ് ഫേസിംഗ് ഒക്കെ പേടിയാന്നുള്ളൊരു ജീബിച്ചായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഫാൻസ് ഒക്കെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ ഒരു ടെൻഷൻ വരാറുണ്ടോ? എങ്ങനെ? ടെൻഷൻ അല്ല, ലൈക്ക് ഞാൻ എങ്ങനെയാ റിയാക്ട്. ഇപ്പം എനിക്ക് പരിചയമുള്ളവരുടെ അടുത്ത് തന്നെ ഇപ്പൊ കുറെ കാലം കഴിഞ്ഞ് കാണുമ്പോഴൊക്കെ എനിക്കിങ്ങനെ ഒരു എന്താ പറയാ, അത്ര ക്ലോസ് അല്ലാത്തവരുടെ അടുത്ത് പോലും എനിക്കിങ്ങനെ അയ്യോ എന്താ എങ്ങനെയാന്നുള്ള ഒരു ഇത് വരും. അപ്പൊ ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ എന്റെ അടുത്ത് അത്രയും നന്നായിട്ട് സംസാരിക്കുമ്പോൾ തിരിച്ച് അവർ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റാതെ വരുമ്പോ അയ്യോ എന്താ അങ്ങനെ തോന്നാറുണ്ട്. ഫസ്റ്റ് ഈ അഞ്ജലി ക്യാരക്ടർ ചെയ്തിട്ട് ആദ്യം ആൾക്കാർ വന്ന് റെക്കഗ്നൈസ് ചെയ്തൊക്കെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഫസ്റ്റ് കോവിഡിന്റെ ടൈമിലായിരുന്നു ഈ സീരിയലിസ്റ്റ്. അതായത് കോവിഡ് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് 2 months കഴിഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു വെച്ചാൽ എല്ലാ ഷെഡ്യൂളും ട്രിവാൻഡ്രം ഷൂട്ടിന് പോകുന്നതിന് മുന്നേ കോവിഡ് ടെസ്റ്റ് ചെയ്യും. എല്ലാ ഷെഡ്യൂളും നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ പോകാൻ പറ്റൂ. പോകുന്നതും ട്രെയിനിൽ, അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും ഇല്ല, കാറ് വിടും അങ്ങനെ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ പുറത്തത്തെ ആൾക്കാരെ കുറെ മാസം കാണാറില്ല. ലൊക്കേഷൻ, വീട്, അങ്ങനെ മാത്രമേ എവിടെയും പോവാറൊന്നുമില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ എവിടെയും പുറത്തു പോയി നമുക്ക് കോവിഡ് കിട്ടി അടുത്ത ഷെഡ്യൂളിന് ഷൂട്ടിന് പോകാൻ പറ്റില്ല. അവരെല്ലാരും പറയും എവിടെയും പോകരുത്, അടങ്ങി വീട്ടിലേക്ക്, അങ്ങനെയായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് ഫസ്റ്റ് ഒരു അമ്പലത്തില് ഗസ്റ്റ് ആയിട്ട് എന്നെ വിളിച്ചു. അതായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ഇത്രയും വലിയ ക്രൗഡിനെ കാണുന്നത്. അന്ന് സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ എന്റെ സൗണ്ട് ഇടറായിരുന്നു സന്തോഷം കൊണ്ട്. അപ്പോഴാണ് ഞാൻ ഇത്രയും ആൾക്കാർക്ക് എന്നെ ഇഷ്ടമുണ്ട് എന്നുള്ള ഫസ്റ്റ് ടൈം അറിഞ്ഞു. എനിക്കൊരു സൗണ്ട് ഇങ്ങനെ ഇടറി സംസാരിക്കാം. ഇമോഷണലായി. ശരിക്കും പറഞ്ഞാൽ ഒരു സീരിയൽ കഴിഞ്ഞ് ഇത്രയും നാള് കഴിഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടറിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇത്ര ആൾക്കാർ വരുന്നത് ഭയങ്കര റെയർ ആണ്. അത് അത്രയും നല്ലൊരു വർഷം കഴിഞ്ഞല്ലോ, 1.5 വർഷം കഴിഞ്ഞു. വരിക മാത്രല്ല, ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫാൻ പേജസ് ആണെങ്കിലും ഇപ്പോഴും ഭയങ്കര ആക്റ്റീവ് ആണ്. കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ അടുത്ത ഒരു സ്റ്റേജിൽ പോലും അവര് സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ തന്നെ. വേറെ കാര്യങ്ങൾ പറയാണ്ട് അവളെ മാത്രല്ല ഞങ്ങളെയും നല്ലോണം സപ്പോർട്ട് ചെയ്യും. എല്ലാരെയും ടാഗ് ചെയ്യും. അവർക്ക് നന്ദി പറയണം. അർജുൻ ചേട്ടൻ പോലും പറഞ്ഞു നിന്റെ ഫാൻ പേജസ് കുറെ എന്നെയും മെൻഷൻ ചെയ്യണ്ടല്ലോ. അവരെല്ലാരും സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഈ പോകുന്ന യാത്രകളൊക്കെ ഉണ്ടല്ലോ, ജിബി ചേട്ടനായിട്ട് പോകുന്ന യാത്രകൾ, അതിന്റെ ഫോട്ടോസ് ഒക്കെ ഇവരിടുന്ന കാണാം. ഫാൻസ് പേജ് എല്ലാം ഷെയർ ചെയ്യുന്ന കാണാം. അത് വലിയൊരു ലക്കാണ് ശരിക്കും. ഇത്രയും വർഷം കഴിഞ്ഞ ആൾക്കാര് പിന്നെയും അത് സപ്പോർട്ട് ചെയ്ത് പോകുന്നത് അതെല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ സീരിയൽ ചെയ്യുമ്പോൾ ഞാൻ ഫാൻ പേജസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഓർത്തതാ ഇത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്നുള്ളൊരു ഫീൽ ആയിരുന്നു. പക്ഷെ സീരിയൽ കഴിഞ്ഞിട്ടും അത് തീരാണ്ട് ഇപ്പോഴും ആ ഒരു സപ്പോർട്ട് ഉണ്ട്. ഈവൻ ആ അഞ്ജലി ക്യാരക്ടറിന്റെ ഇമ്പാക്ട് ഭയങ്കര അതുകൊണ്ട്. കാര്യം ഞാൻ തന്നെ ഫസ്റ്റ് ഇപ്പം ഓഡിയൻസിന് അറിയത്തില്ല, ഞാൻ ഇവര് 3 പേരും വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ സംസാരിക്കാൻ നേരത്ത് ജൂഹി, ജസ്നി, അഞ്ജലി. ഓക്കെ, അപ്പൊ അഞ്ജലി അല്ല ഗോപിക. അല്ല ഇപ്പൊ ആർക്കാണ്, ഇപ്പൊ ഇവൾക്കും ആണെങ്കിലും കുറെ ഫാൻ പേജസ് ഉണ്ട്. നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവരെടുക്കുന്ന ടൈം. കാരണം നമുക്ക് ടൈം എന്ന് പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ടും സിബ്ലിങ്സിന് വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്യുന്നുണ്ട് ടൈം. പക്ഷെ ഒട്ടും പരിചയമില്ലാത്ത, നമ്മളെ നേരിട്ട് കാണാത്ത ആൾക്കാര് നമുക്ക് വേണ്ടി ടൈമും എഫേർട്ടും എടുത്തിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിലെ ഏറ്റവും. എന്റെ ഒരു ഫാൻ പേജ് ഉണ്ട്, ഗോപിക ഫാൻസ് കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ കുറെ കഴിഞ്ഞ് ഈ അടുത്താണ് അറിഞ്ഞത് ആ കുട്ടി US ഡോക്ടറാണ്, MBBS ഡോക്ടറാണ്. അപ്പൊ ടൈം ഡിഫറൻസ് ഉണ്ട്.
ലൈക്ക് ഇവിടുത്തെ പകല് പറഞ്ഞാൽ അവിടെ രാത്രിയാണ്, ഡോക്ടർ ജോലിയാണ്, അത്രയും തിരക്കുള്ള ഒരു ജോലി ആയിട്ട് പോലും ആ കുട്ടി ഇത്രയും ടൈം ചെയ്യുന്ന എടുത്ത് ചെയ്യുന്നുണ്ട്. അത് എന്ത് പരിപാടി, ഇപ്പം ഈ ട്രെയിലർ ലോഞ്ചിന്റെ പോലും എന്റെ ഇത് ഇട്ടിട്ട് വീഡിയോ ഇറക്കി. അപ്ഡേറ്റഡ് ആണ്. ഇത്രയും ടൈം ഡിഫറൻസ് ഉണ്ടായിട്ട് പോലും ചേച്ചി റെസ്പോണ്ട് ചെയ്യാറുണ്ട് ഇവരോടൊക്കെ പേഴ്സണലി? പേഴ്സണലി അങ്ങനെ മെസ്സേജസ് ആയിട്ടൊന്നും ഞാൻ അയക്കാറില്ല. എല്ലാം റീഷെയർ ചെയ്യാറില്ല. ഷെയർ ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ള പേജസ് ആണെങ്കിൽ ഞാൻ ഫോളോ ചെയ്യും, ലൈക്ക് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. മെസ്സേജസ് അങ്ങനെ ചെയ്യാറില്ല. ഓക്കെ, ദെൻ കമ്മിങ് ടു നമ്മൾ വീണ്ടും സിനിമയിലേക്ക് വരട്ടെ. ഇതിൽ ആരുടെയോ രണ്ടുപേരും ഒരേപോലെ ചോദിച്ചു. ഇതിൽ ആരുടെ അച്ഛന്റെ ക്യാരക്ടർ? ജോത്സ്യനോ അങ്ങനെ? ചേച്ചിയുടെ അച്ഛന്റെ ക്യാരക്ടർ. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ജോത്സ്യം എന്തെങ്കിലും നോക്കാറുണ്ട്. അങ്ങനെ ഒരു ബ്ലൈൻഡ് ആയിട്ട് വിശ്വാസം അത് നോക്കി അതുപോലെ ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കല്യാണത്തിന് ഇങ്ങനെ ജാതകം നോക്കിയിട്ടുണ്ടായിരുന്നു? നോക്കാറുണ്ട്. പക്ഷെ അത് നോക്കിയിട്ടേ ലൈഫിൽ ഓരോന്നും ചെയ്യുള്ളൂ എന്നല്ല, ബട്ട് നോക്കാറുണ്ട്. ചേച്ചിയുടെ ക്യാരക്ടർ ഈ പറഞ്ഞ കുറച്ച് ചേട്ടന്മാരുടെ കൂടെ ആകെയുള്ളൊരു പെൺകുട്ടിയാന്ന് പറഞ്ഞല്ലോ. ചേച്ചി ശരിക്കും കോളേജ് ലൈഫിലൊക്കെ ഭയങ്കര ബോയ്സ് ആയിരുന്നു കൂടുതൽ ഫ്രണ്ട്സ് ഒക്കെ? അല്ല, നേരെ തിരിച്ചായിരുന്നു. എന്റെ ക്ലാസ്സിലെ ബോയ്സിനെക്കാളും ചേട്ടന്മാരുണ്ടായിരുന്നു എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട്. ക്ലാസ്സിലെ ഗേൾസ് തന്നെയായിരുന്നു ഫ്രണ്ട്സ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു? കോളേജിലൊക്കെ ഭയങ്കര അലമ്പ് വൈബ് കുട്ടിയായിരുന്നു? അലമ്പായിരുന്നു. പ്ലസ് ടൂല് പഠിച്ചില്ലേ? പ്ലസ് ടൂല് ഭയങ്കര ഇൻട്രോവേർട്ടും പഠിക്കുന്നത്. കോളേജ് എത്തിയപ്പോ ഫസ്റ്റ് ഇയർ അങ്ങനെ തന്നെയായിരുന്നു. സെക്കൻഡ് ഇയർ മുതൽ അലമ്പായിരുന്നു. സസ്പെൻഷനൊക്കെ കിട്ടുന്ന ലെവലിൽ വല്ല അലമ്പുണ്ടോ? ഇല്ല, സസ്പെൻഷൻ ഇല്ല. പക്ഷെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടൊക്കെ ഉണ്ട്. ഞങ്ങള് സംസാരിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ട് ചെറിയ കാര്യം. പിന്നെ നമ്മള് ഗേൾസ് മൊത്തം ഫുൾ കട്ടാക്കി എല്ലാരും പുറത്താക്കിയിട്ടുണ്ട്. ഒരുമിച്ച് ഒരു ബെഞ്ചും അല്ല, നമ്മള് ഫോർത്ത് ഇയർ ഒക്കെ ആയപ്പോ ഗേൾസ് മൊത്തം ഒരു തവണ കട്ടാക്കിയിട്ടാണ് എല്ലാ ക്ലാസ്സിലെ ഫുൾ ഗേൾസും. പ്രിൻസിപ്പൾ അല്ല HOD അടുത്തൊക്കെ പോയി. കോളേജ് ലൈഫിന്റെ അത്യാവശ്യം ഡ്രാമാറ്റിക്. എന്തിനാ വിഷമിപ്പിക്കുന്നത്? എത്തുന്ന സമയത്തൊക്കെ ആണ് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം റീച്ച് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഒബ്വിയസ്ലി അവർക്കും വന്ന് സംസാരിക്കാൻ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ പൊതുവെ അത്രയും ഭയങ്കരമായിട്ട് എനിക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പം ഞാൻ വളരെ കുറച്ച് ഫ്രണ്ട്സ് ഉള്ള ആളാണ്. അപ്പോൾ 10th വരെയുള്ള ഫ്രണ്ട്സ് ആണ് എൻ്റെ ഇപ്പോഴും ഫ്രണ്ട്സ് ആയിട്ട്. ഗേൾസ് ആണ് കൂടുതൽ. ഓക്കെ, നിങ്ങളുടെ ഒരു കംഫർട്ട് ഡേ എങ്ങനെയായിരിക്കും? ലൈക് ഷൂട്ട് അല്ലാതുണ്ടെങ്കിൽ ഒരു കംഫർട്ട് ഡേ. ഉറക്കം, ലേറ്റ് ആയി എണീക്കുക, ഫുഡ് നല്ല ഇഷ്ടമുള്ള ഫുഡ്, വെറുതെ ഇരിക്കാനായിട്ട് ഇങ്ങനെ സിനിമ കണ്ടിരിക്കുക, ഭയങ്കര താമസിച്ചെണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു പണിയെടുക്കാണ്ട് ഉറങ്ങുക, TV കാണുക. അത്രേ ഉള്ളൂ. 3 പേരും ഒത്തൊരുമ. ഏകദേശം തന്നെയാണ്. വീട്ടിലിരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതാണോ ഏറ്റവും കംഫർട്ടബിൾ? 3 പേർക്കും കൊള്ളാലോ. പടം കാണാൻ ഇഷ്ടം, തിയേറ്ററിൽ പോയിട്ട് സിനിമ. ഓക്കെ, ഫൈൻ. അതിപ്പോ 3 പേർക്ക് എന്തായാലും വരുമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ആക്ടിങ് റിലേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എന്തായാലും വരുമല്ലോ. ചേച്ചിയുടെ പഴയ എനിക്ക് തോന്നുന്നു ശാന്തുവിനും ടൈമിലുള്ള ഒരു ഇന്റർവ്യൂലാന്ന് തോന്നുന്നു ഇങ്ങനെ അഞ്ജലിയുടെ ക്യാരക്ടറുമായിട്ട് സാമ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല, ശിവനെ പോലുള്ള ഒരാള് അല്ലെങ്കിൽ ഹരിയെ പോലെ ഒരാള് അങ്ങനെയല്ല പറയുന്നുണ്ട്. ഹരിയെ ഇങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെയാണ് അഞ്ജലി സ്നേഹിക്കുന്നത്, ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ജീവചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? എക്സ്പെക്ട് ചെയ്ത പോലെ ഉണ്ടോ ആള്? അങ്ങനെ സത്യം പറഞ്ഞ അങ്ങനെ ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഓഫ് കോഴ്സ് ഇപ്പൊ ഞാൻ ഒരു എഫേർട്ട് എടുത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അവിടെ വിഷമാവും. ബട്ട് അങ്ങനെയല്ല, ആള് സെറ്റാണ്. തിരിച്ചും ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ തിരിച്ചും നിൽക്കുന്ന ആളാണ്. ചേച്ചി ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്ന സമയത്ത് അഞ്ജലി ആഗ്രഹിക്കുന്ന അല്ല, അതെന്ന് വെച്ചാൽ നമ്മള് എല്ലാം ഇങ്ങനെ 100% ചെയ്യാ, തിരിച്ച് ഒരു ഇതില്ല. അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആർക്കും അങ്ങനെ പറ്റില്ല. സീരിയലല്ലാണ്ട് പറ്റില്ല. ഒരു സീരിയലുണ്ടാവും, സീരിയലുണ്ടാവും, അല്ലാണ്ട് ലൈഫിൽ നമുക്ക് പറ്റില്ല. ഓക്കെ, ഫൈൻ. എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മള് 10 മിനിറ്റ് കഴിഞ്ഞു.
എത്രയാ? 10 മണി കഴിഞ്ഞു. 10 10 ജസ്റ്റ് 10 ജസ്റ്റ് 10 നല്ല ടൈമിങ്. ഒരു 12 മണിയാണെങ്കിൽ ചിലപ്പം ബാക്കിലൊക്കെ സുബദിനെയൊക്കെ കാണാം. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സുമതിയുടെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ജൂഹി എന്നെ പേടിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാനത് അങ്ങനെയല്ല, അവിടെ നിന്ന് തുടങ്ങി എന്നോട് ചോദിച്ചു ഇനി മാറിപ്പോണ്ടെന്ന് വെച്ചിട്ട് റിമൈൻഡ് ചെയ്തതാ. ഹെൽപ്പ് ചെയ്തതാ. ജസ്റ്റ് കിട്ടിങ്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ ഈ ഒരു സുമതി വളവ് ഓൾറെഡി വൻ ചർച്ചയായിട്ട് നിൽക്കുന്ന സിനിമയ്ക്ക് ശേഷവും ഇറങ്ങിയതിന് ശേഷവും എല്ലാവരും നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടട്ടെ, എല്ലാവരും ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യട്ടെ. ഓഗസ്റ്റ് 1 അല്ലേ? തിയേറ്ററിൽ തന്നെ പോയി കാരണം ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സിനിമയാണ്. ഹൊറർ മൂവി കണ്ടിട്ടും കുറെ കാലം പ്രത്യേകിച്ച് രഞ്ജിൻ ചേട്ടന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതൊക്കെ ഒരു തിയേറ്ററിൽ കാണുമ്പോൾ ഉള്ള ഒരു ഫീല് വേറെ തന്നെയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണട്ടെ, ഞാനും പോയി കാണും. നിങ്ങൾ ഒരുപാട് നായികന്മാരുണ്ട്, എല്ലാവർക്കും ഇതിൽ കൂടെ ഇപ്പൊ ജസ്നയ്ക്കൊക്കെ ആണെങ്കിലും ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. ചേച്ചി ഞങ്ങൾക്ക് ഒരുപാട് സിനിമയിൽ കാണാൻ പറ്റട്ടെ, മലയാളത്തിൽ തകർക്കാൻ പറ്റട്ടെ ജൂഹിക്ക്, തമിഴിലും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും താങ്ക്സ് ഫോർ ജോയിനിങ്. നല്ല അടിപൊളി സിനിമയാവട്ടെ. താങ്ക് യു. അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു, എൻജോയ് ചെയ്തു. പറയിപ്പിച്ചതല്ല കേട്ടോ, ഇത് കിട്ടിയല്ലോ അല്ലേ? ഇത് എഡിറ്റ് ചെയ്ത് കളയല്ലേ? പക്ഷെ ഓക്കെ, താങ്ക് യു.